താങ്ക് യു. സോ നമ്മുടെ ICP-യുടെ കാര്യങ്ങള് പറയാണ്. ഒരുത്തനെ എഴുതിക്കണ അടിച്ചു വിടല്ലട്ടോ, അടിച്ചു വിടല്ലട്ടോ. ഇവിടെ ആരോഗ്യം വേണ്ടേ? ആരോഗ്യമില്ലാത്തതാണ്. അങ്ങനെ പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. സോ നമ്മള് ICP പറഞ്ഞു വെച്ച എവിടെയാണ്? ICP എവിടെ പറഞ്ഞു വെച്ച അതൊന്ന് പറഞ്ഞേ ഫസ്റ്റ്. അല്ലാതെ കമന്റ് ചെയ്തേ. ICP എവിടെ പറഞ്ഞു വെച്ചേ? ICP ഇല്ലെങ്കിൽ ഫ്യൂസ് ഇല്ലാത്ത പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക് ഇല്ലാത്ത വണ്ടി എടുത്ത് ഡ്രൈവിന് പോണ പരിപാടിയാണ് ICP ഇല്ലാത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ടാമ് കഴിഞ്ഞു, സാമ് കഴിഞ്ഞു, സോമം കഴിഞ്ഞു. ഓക്കെ, ICP കളക്ട് ചെയ്തു. ICP-യിൽ ഡാറ്റ കളക്ട് ചെയ്യാണ്, നമ്മൾ കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്യാണ്. സോ റവന്യൂ ബേസിൽ നമുക്ക് കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്യാം. ബഡ്ജറ്റ് ബേസിൽ എന്ത് ചെയ്യാം? കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്യാം. അല്ലെ? എഴുതിയിട്ടില്ലേ? നിങ്ങളെ കസ്റ്റമറിനെ കുറിച്ച് എഴുതിയിട്ടില്ലേ? നിങ്ങളെ കസ്റ്റമറിൽ എത്രയാണ് നിങ്ങളുടെ കസ്റ്റമറിന്റെ റവന്യൂ, എത്രയാണ് നിങ്ങളുടെ കസ്റ്റമറിന്റെ സ്പെൻഡിങ് ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. ഞാൻ മുഖം കഴുകി വരട്ടാ, ഞാൻ മുഖം കഴുകി വരാം സാർ, നിങ്ങൾ ക്ലാസ് എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് കുളിച്ചു വരാനുള്ള സമയമുണ്ട്, 20 മിനിറ്റ് ഉണ്ട്. സോ ഇൻഡസ്ട്രി അടുത്തത് ഇൻഡസ്ട്രിയാണ്. അഥവാ ഇൻഡസ്ട്രി ബേസിൽ നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും? ICP-യെ നമുക്ക് സെഗ്മെന്റ് ചെയ്യണത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അഥവാ ഏത് ഇൻഡസ്ട്രി ആണ് എന്നുള്ള, പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻഡസ്ട്രി, ഫോർ എക്സാമ്പിൾ കൂലിപ്പണിക്കാരുടെ ഇൻഡസ്ട്രി, അങ്ങനെയുണ്ട് ഇൻഡസ്ട്രി കാണാണ്ട്. നമ്മൾ സിനിമ ഇൻഡസ്ട്രി, മറ്റേ ഇൻഡസ്ട്രി ഒന്നും പറയണ്ട, ചെറിയ ചെറിയ ഇൻഡസ്ട്രി. ഓക്കെ, എങ്ങനെയാണോ നമുക്ക് കസ്റ്റമർ ആവശ്യമുള്ളത് അതാപോലെയാണോ. ഓക്കെ, മെഡിക്കൽ ഇൻഡസ്ട്രി. ഓക്കെ, മെഡിക്കൽ ഇൻഡസ്ട്രിന്റെ നഴ്സിംഗ് ഇൻഡസ്ട്രി ഫോർ എക്സാമ്പിൾ. ഓക്കെ, നമ്മളൊരു ഗ്ലൗസിന്റെ ഒരു ക്ലീനിങ് പ്രോഡക്റ്റ് മാത്രം ആണ് പിന്നെ പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു സെഗ്മെന്റ് ചെയ്യണം. അത് ഇൻഡസ്ട്രി, സബ് ഇൻഡസ്ട്രി, സൈഡ് ഇൻഡസ്ട്രി, ഇങ്ങനെ ഇൻഡസ്ട്രിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, അതൊന്നും നമ്മൾ പോണില്ല. നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രി ബേസിൽ എന്ത് ചെയ്യാം? കസ്റ്റമറിനെ എഴുതി വെക്കുക. ഏത് ഇൻഡസ്ട്രിയിലുള്ള ആളാണ് ഞങ്ങളുടെ കസ്റ്റമർ? ആര്? ഈ സോമിലുള്ള ഈ 5 മില്യണിലുള്ള ആളുകളിൽ ഏതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് എഴുതി വെക്കാം. മനസ്സിലായോ? അപ്പോ റവന്യൂ കഴിഞ്ഞു, ബജറ്റ് കഴിഞ്ഞു, ഇൻഡസ്ട്രി കഴിഞ്ഞു. ഇനി അടുത്തത് ജിയോഗ്രാഫിയാണ്. അഥവാ ഏത് ലൊക്കേഷൻ ബേസിൽ, ഏതൊക്കെ ലൊക്കേഷൻ ബേസിൽ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നേരത്തെ ഇവിടെ ആരും കമന്റ് ചെയ്തു പ്രീമിയം ഫർണിച്ചർ എന്ന്, അല്ലെ? സോ പ്രീമിയം ഫർണിച്ചർ വാങ്ങിക്കാൻ ചാൻസ് ഉള്ള ലൊക്കേഷൻ ഏതായിരിക്കും കേരളത്തിൽ? ഒന്ന് പറഞ്ഞു. പ്രീമിയം ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ സാധ്യത ഉള്ളവരുടെ ലൊക്കേഷൻ ഏതായിരിക്കും എന്ന് പറഞ്ഞ? യെസ്, എറണാകുളം, മെട്രോ സിറ്റി, കാലിക്കറ്റ്, അല്ലെ? ഇതാണ് ഹൈ വോളിയം സെയിൽ നടക്കാൻ ചാൻസ് ഉള്ള ആൾ. കാരണം എന്താ? നേരത്തെ പറഞ്ഞ റവന്യൂ കൂടുതലുണ്ട്, അതോടൊപ്പം തന്നെ സ്പെൻഡ് ലിമിറ്റ് കൂടുതലുണ്ട്. കാരണം എല്ലായിടത്തും റവന്യൂ കൂടുതലുണ്ടായ സ്പെൻഡ് ലിമിറ്റ് കൂടുതൽ ഉണ്ടാവില്ല. മനസ്സിലായോ? സ്പെൻഡിങ് ബഡ്ജറ്റ് ചില ഏരിയകളിൽ ഗൾഫിലെ പണം നന്നായിട്ട് വരുന്ന ഏരിയകളുണ്ട്. പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ ശീലം എന്താ വെച്ചാൽ ഭയങ്കര സേവിങ് ആയിരിക്കും. ഒരു വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ജീവിക്കുന്നത്. അതോ പിന്നെ നല്ലൊരു ടേബിൾ വാങ്ങുന്നതിന് പകരം ഒരു ലോക്കൽ ടേബിളൊക്കെ ആയിരിക്കും വീട്ടിലുണ്ടാവുക. അത് ഭയങ്കര ബഡ്ജറ്റ് കോൺഷ്യസ് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെയാണ് ലൊക്കേഷൻ നോക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ചുമ്മാ അങ്ങോട്ട് എടുത്തിട്ട് ഓക്കെ ഈ ആഴ്ച നമുക്ക് എറണാകുളം അങ്ങ് ടാർഗറ്റ് ചെയ്യാം, അടുത്ത ആഴ്ച നമുക്ക് കാലിക്കറ്റ് അങ്ങ് ടാർഗറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനൗൺസ്മെന്റിന് വിടുന്ന, ഫുട്ബോൾ അനൗൺസ്മെന്റിന് വിടുന്ന പോലെ നമ്മൾ ആഡ്സ് വിട്ടിട്ട് കാര്യമല്ല. മനസ്സിലായോ? നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ രൂപക്കും, ഓരോ ദിർഹത്തിനും നമ്മൾ മറുപടി പറയേണ്ട ഒരു ബിസിനസ് ഓണേഴ്സിനോട്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളത് ടാക്കിൾ ചെയ്യണം, ടാർഗറ്റ് ചെയ്യണം നമ്മൾ. മനസ്സിലായോ? അവരെ നമ്മൾ ഹാക്ക് ചെയ്യണം. അവർ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്, അത് നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഒരു ബിസിനസ് എക്സ്പോ നടക്കുകയാണ്, ബിസിനസ് കേരള എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പോ നടക്കുകയാണ്. അതിൽ ഒരു ഡാറ്റ ഞാൻ ഒരു ഏജൻസി നടത്തിപ്പെടുത്തരും. ഞാൻ പിന്നെ കേരളത്തിലെ ബിസിനസ് കേരള എക്സ്പോ എന്ന് പറഞ്ഞിട്ട് എക്സ്പോ നടത്തിയിരുന്നു. എൻ്റെ ഏജൻസി അന്ന് തന്നെ പാർട്ണർഷിപ്പ് പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സമയത്ത്. അപ്പൊ അന്ന് ഞാൻ പഠിച്ചൊരു ഡാറ്റ എന്താ വെച്ചാൽ, ഏതൊക്കെ ജില്ലകളിൽ ഈ എക്സ്പോ നടക്കുമ്പോൾ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ടൈപ്പ് ബിസിനസ്സുകളാണ് കൂടുതൽ പ്രസന്റേഷന് വരുന്നത്, കൂടുതൽ സ്പോൺസർഷിപ്പിന് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകാം ആ ടൈപ്പ് ബിസിനസ് അവിടെ നന്നായിട്ട് കത്തുന്നുണ്ട് എന്നുള്ളത്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഞാൻ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലുള്ള ഇപ്പോൾ ഒരു ഒരു ടൗൺ എടുക്കുകയാണെങ്കിൽ ആ ടൗണിലെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കടകൾ ഉള്ളത് ഏത് നീഷിലാണ്, ഏത് ഇൻഡസ്ട്രിയിലാണ് നോക്കാം. ഇപ്പൊ എന്റെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കും കൂടുതൽ. മന്തിക്കടകൾ, ഷവായ കടകൾ, തട്ടുകടകൾ, മുട്ടക്കടകൾ എന്ന് പറഞ്ഞിട്ട് കുറെ ഫുഡുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ കാലിക്കറ്റ് ഓൾമോസ്റ്റ് ടൗൺ അല്ല, ഡയമണ്ട് ഉള്ളിൽ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ പഠിക്കണം.
അത് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ സഞ്ചരിക്കുന്ന വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞ ടിവിയോ ചാനലോ കാണുന്നവരായിരിക്കണം. മിനിമം പത്രമെങ്കിലും വായിക്കണം. നമ്മൾ ഒരു ഏരിയയിലൂടെ ട്രാവൽ പോകുമ്പോൾ നമ്മളൊരു ബിൽ ബോർഡ് കാണുകയാണെങ്കിൽ, ഓഫ്ലൈൻ മാർക്കറ്റിംഗിന്റെ ഒരു ബിൽ ബോർഡ് കാണുകയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കണം അവിടുത്തെ മെയിൻ ബിൽ ബോർഡുകൾ ഏതൊക്കെയാണ്. നമ്മൾ നോക്കണം അവിടുത്തെ മെയിൻ ബിൽ ബോർഡുകൾ ഏതൊക്കെ, ജ്വല്ലറി ആണോ, ടെക്സ്റ്റൈൽ ആണോ, വേറെ എന്തെങ്കിലും ബിസിനസ് ആണോ, എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ലൊക്കേഷനിലെ ആളുകളുടെ പർച്ചേസിങ് എവിടെയാണ് കിടക്കുന്നത്. മനസ്സിലാവും. ഈ ഡാറ്റ നമ്മൾ ഒരു ക്യാമ്പയിന് വേണ്ടിയല്ല, കണ്ടിന്യൂസ് നമ്മുടെ ഒരു കരിയറിൽ കമന്റ് ചെയ്ത് ഒബ്സർവേഷൻ. യെസ്, എക്സാക്ട്ലി. ഒബ്സർവേഷൻ. രസകരമായ ഒരു തമാശ പറയാം. ഓക്കെ. അതായത് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വിഷയത്തിൽ ഷംസിനെ നേരിട്ട് അറിയുന്ന ആളാണ് ഉവൈസ് അഹമ്മദ്. ഷംസ് ഉവൈസ് അഹമ്മദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദുബൈയിൽ. ഉവൈസ് അഹമ്മദ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയം വീഡിയോ ഇറക്കി യൂട്യൂബിൽ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് കുറെ മാഗസീൻസ് വായിക്കണം എന്ന് ചോദിച്ചു ഒരാൾ കളിയാക്കി. അപ്പൊ കളിയാക്കിയിട്ട് മാഗസീൻസ് വായിക്കണം എന്ന് ചോദിച്ചപ്പോ ഷംസ്, ലോഗ് കൈസാ സോച്താ ഹെ മേരെ കോ ദേഖ്നാ ഹെ, ലോഗ് കിധർ കിധർ സോച്താ ഹെ മേരെ കോ ദേഖ്നാ ഹെ, ലോഗ് ക്യാ ക്യാ ദേഖ്താ ഹെ, ലോകിനെ മനുഷ്യന്മാർക്ക് എന്താ വേണ്ടിയെന്നുള്ളതൊക്കെ മനസ്സിലായാലേ അതിനനുസരിച്ച് പോയിട്ട് ഇവിടെ മീഡിയ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശരിയാണ്. ഞാൻ പറയട്ടെ സാർ, ഇപ്പൊ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ചെയ്തപ്പോ ഞാൻ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്. പുള്ളി ഈ ദുബായിലുള്ള ആളാ. പുള്ളി പറയാ, ഞാന് ചരമകോളം പഠിക്കുന്നു ഡെയിലി. എന്ത് രോഗങ്ങളെ കൊണ്ടാണ് ആൾക്കാർ വടിയായിക്കൊണ്ടിരിക്കണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് മനസ്സിലായോ? അപ്പൊ ഇത് ഡാറ്റയാണ്. സോ ഡാറ്റ ഡ്രൈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാറ്റ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്നല്ല, ഡാറ്റ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതാണ്. നമ്മൾ വണ്ടി ഓടിച്ച് അങ്ങോട്ട് ചെല്ലണം, അല്ല ഡാറ്റ കിട്ടി വരൂല. സോ നമ്മൾ പത്രം വായിക്കണം, നമ്മൾ മാഗസീൻസ് വായിക്കണം, നമ്മൾ റേഡിയോ കേൾക്കണം. റേഡിയോ എന്നൊക്കെ ആടിപ്പോൾ ഇൻസൈറ്റ്സ് ആണ്. കാരണം എവിടെയാണ് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ ആരോ പറഞ്ഞു റെഡിറ്റ് കോറ. യെസ്, അത് നമ്മൾ ഇൻബൗണ്ട് ആണ്, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. നമുക്ക് ഔട്ട് ബൗണ്ട് ആയിട്ട് കിട്ടുന്ന കുറെ ഇൻഫർമേഷൻസ് ഉണ്ട് അല്ലെ. ബസ്സിന്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ KSRTCയുടെ ബസ്സിന്റെ പുറത്ത് ഏതാണ് പരസ്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്നത്? TMT ആണോ, KMT ആണോ, സ്റ്റീലാണോ, അത് വേറെ എന്തെങ്കിലും ഫിലിം? ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കൺസ്ട്രക്ഷൻ മേഖലയിൽ എത്രത്തോളം ഇപ്പൊ ബെഞ്ച് മാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അഡ്വർടൈസിങ് കോസ്റ്റ് എത്രയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ക്യാക് വാല്യൂ മനസ്സിലാവും, എവിടെ കുത്തണം എന്നുള്ളത് മനസ്സിലാവും. ഇങ്ങനെയാണ് ഈ ലൊക്കേഷൻ ടാർഗറ്റിംഗ് നമ്മൾ ICPയിൽ ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലായി? കംപ്ലീറ്റ്ലി എന്താണ്, ഡാറ്റാ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ അടുത്തത് ലീഗാലിറ്റി. ലൊക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ലീഗാലിറ്റി. ലീഗാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയാണ്, കാരണം ലീഗാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക്, ഇപ്പൊ മെഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചില ലീഗാലിറ്റികൾ ഉണ്ടാകും. മനസ്സിലായോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇതിന് ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ലീഗൽ അനുകൂലങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങൾ മാത്രമല്ല, ലീഗലി അനുകൂലമായ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ വന്നിട്ടുള്ള പുതിയ ഒരു പിന്നെ മാരേജ് ആക്ട് ഒക്കെ വന്നിട്ടുണ്ട്. പലരും പിന്നെ ഒരു അഡ്വക്കേറ്റിന്റെ ക്യാമ്പയിൻ ഞാൻ കണ്ടത്, അഥവാ നമ്മൾ റീമാരേജ് ചെയ്യാന്നുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ ഇപ്പൊ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ നിയമപരമായിട്ട്. ഈ അഡ്വക്കേറ്റ് ഷുക്കൂറിനൊക്കെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ? അപ്പൊ ആ സമയത്ത് ആ ഒരു ഒറ്റ കണ്ടന്റ് നമുക്ക് ഒരു ലീഗാലിറ്റിയാണ്. ആ ലീഗാലിറ്റി വെച്ചിട്ട് ICP മനസ്സിലായി. കാരണം എന്താ, നല്ല സ്വത്തും സമ്പാദ്യമുള്ള ഒരു കുടുംബങ്ങൾ അവരുടെ സ്വത്ത് മറ്റുള്ളവർക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് റീമാരേജ് നടത്തുന്ന ഒരു ഡാറ്റ അവിടെ ഉണ്ട്, ഒരു ശീലം അവിടെ ഉണ്ട്. അവിടെ അത് ആർക്കൊക്കെ ഡാറ്റ ഉപയോഗിക്കാം? അഡ്വക്കേറ്റ്സിന് ഡാറ്റ ഉപയോഗിക്കാം അല്ലേ? പിന്നെ ഈ ഡൈവേഴ്സ് കേസ് മാത്രം എടുക്കുന്ന ആളുകൾക്ക് എടുക്കാം, സോറി, ഈ വിവാഹവുമായി ബന്ധപ്പെട്ടത് എടുക്കാം. ഈവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് ഇത് നല്ലൊരു ഡാറ്റയാണ്, അവർക്കൊരു പൊട്ടൻഷ്യൽ ആണ് ഇത്. കാരണം ഇത് ഇങ്ങനെ നടക്കുമ്പോൾ റീമാരേജും കൂടെ അവിടെ ഇവന്റുകൾ നടക്കുന്നുണ്ട്, ഫംഗ്ഷനുകൾ നടക്കുന്നുണ്ട്, പല രീതിയിൽ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ രീതിയിലും ഇപ്പോൾ GSTയുടെ ഒരു നിയമം കുറച്ച് ഇപ്പോൾ GST ഒരു കാറ്റഗറിയിൽ ഒഴിവാക്കി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കാറ്റഗറിയിൽ ബിസിനസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് മറ്റൊരു ഇൻഡസ്ട്രിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. മനസ്സിലായി? നെല്ലുൽപാദനവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയൊരു എന്തെങ്കിലും ഒരു സബ്സിഡി കൊണ്ടുവന്നാൽ നെല്ലുൽപാദനം കൂടുകയും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വർക്ക് കൂടുകയും അവർക്ക് റെമ്യൂണറേഷൻ കൂടുകയും അങ്ങനെ ലോ ലെവലിലുള്ള ആളുകളുടെ സ്പെൻഡ് ലിമിറ്റ് കൂടുകയും അവർ ദൈനംദിനം ഉപയോഗിക്കുന്ന കാര്യങ്ങളുടെ മാർക്കറ്റ് ഷെയർ ഉയരുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാറ്റ എടുക്കുന്നത്. മനസ്സിലായോ?
സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതാണ് ഞാൻ ലീഗാലിറ്റി എന്ന് പറയാൻ കാരണം. ആ ലീഗാലിറ്റി നമ്മൾ എന്ത് ഇതിൽ പരിഗണിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഫേമോഗ്രാഫി നമ്മൾ ഡാറ്റ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ എത്ര എംപ്ലോയീസ് കൗണ്ട് ഉണ്ട്, ഒരു സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്, ഒരു കോളേജിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, ആ സ്റ്റുഡൻസിന്റെ ബോയ്സിന്റെ ഗേൾസിന്റെ ക്വാണ്ടിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ടെക്നോളജി യൂസ്ഡ്. ഓക്കെ, ടെക്നോഗ്രാഫിക് ആയിട്ട് ആളുകൾ ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ഐഫോൺ ആണോ യൂസ് ചെയ്യുന്നത്, ഏതാണ് കൂടുതൽ പരസ്യങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് തുറക്കുമ്പോൾ നോക്കാം, യൂട്യൂബിൽ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ വരുന്ന പരസ്യങ്ങൾ ഏതാണ്. വ്യത്യസ്തമായ കുക്കീസിൽ നിങ്ങൾ കയറി നോക്കുക, വ്യത്യസ്തമായ സിസ്റ്റത്തിൽ നിന്ന് കയറി നോക്കുക, മറ്റുള്ള ആളുകളുടെ ഫോൺ വാങ്ങിയിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടു നോക്കുക, അവിടെ വരുന്ന പരസ്യം ഏതാണെന്ന് നോക്കുക. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടോട്ടൽ മാർക്കറ്റിൽ എന്തൊക്കെ തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ICP ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ICP ആയിരിക്കും നമ്മള് ക്യാമ്പയിനെ യഥാർത്ഥ രീതിയിൽ ഫ്യൂവൽ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചുരിദാർ ടോപ്പ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചുരിദാർ ടോപ്പ്, ഞാൻ ഇന്നലെ ഇപ്പോ യാസറുമായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്. ഇന്നലെ 1:30 വരെ രാത്രി സംസാരിക്കേണ്ടി വന്നതാണ് രാവിലെ ഇതായത്. സോ ഒരു ചുരിദാറിന്റെ ICP എടുക്കുകയാണെങ്കിൽ, ഈ ചുരിദാറിന്റെ ICPയിൽ ആരൊക്കെ വരും ഒന്ന് ടൈപ്പ് ചെയ്തേ. ഒരു ചുരിദാർ ടോപ്പിന്റെ ICPയിൽ ആരൊക്കെ വരും? ഒരു ചുരിദാറിന്റെ ICPയിൽ ആരൊക്കെ വരും ഒന്ന് പറഞ്ഞ. ഗേൾസ്, ഫീമെയിൽ. യെസ്. പിന്നെ കഴിഞ്ഞില്ലേ? ആ കണ്ടാ? യെസ്, വന്നു. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു ചുരിദാർ വെക്കുമ്പോ ഒരു ക്രിയേറ്റീവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അഥവാ ഒരു ചുരിദാറിന്റെ ICP എടുക്കുകയാണെങ്കിൽ, ഒരു ചുരിദാറിന്റെ ICP പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസ് ബിറ്റ്വീൻ എത്ര വരും? 18 മുതൽ 35 വരെ മിനിമം, അല്ലെ? കാരണം എന്താ വെച്ചാൽ ചുരിദാർ ടോപ്പ് അല്ല ഇപ്പൊ അധികം ആൾക്കാർ വരുന്ന മറ്റു രീതിയിലുള്ള ഡ്രസ്സുകളാണ്. എങ്കിൽ പോലും ഇതിൽ വരുന്ന ആളുകൾ ആരായിരിക്കും? ഗേൾ ആയിരിക്കും. അത് പുറമെ ഫോർ എക്സാമ്പിൾ ആരോ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു, കറക്റ്റ് ആണ്, ടീച്ചേഴ്സ്. പിന്നെ വർക്കിംഗ് വുമൺ, വെരി കറക്റ്റ്, വർക്കിംഗ് വുമൺ. അതിനെ നമുക്ക് സബ് ക്ലാസ് ചെയ്യട്ടോ, ഏത് ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഏത് കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, ഒരു പിന്നെ കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണോ, അങ്ങനെ നമുക്ക് സബ് ക്ലാസ് ചെയ്യാം. സ്റ്റുഡൻസ്, മാരീഡ്. ഇതിനൊക്കെ അപ്പുറം ഞാൻ പറയട്ടെ, ഇതിപ്പോ നേരത്തെ ഒരാൾ കമന്റ് ചെയ്തു, വളരെ നല്ലൊരു ICP ആണ്. എന്താണ്? ഹസ്ബൻഡ് ചുരിദാർ ടോപ്പിന് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ICP ആണ് ഹസ്ബൻഡ്. കാരണം എന്താ, ഞാൻ എപ്പോഴും എന്റെ പോഡ്കാസ്റ്റിലൊക്കെ പറയാനുണ്ട്, 3 തരത്തിലുള്ള ഓഡിയൻസ് ആണ്, കസ്റ്റമർ ആണ് ഉള്ളത്. ഒന്ന് ഡിസിഷൻ മേക്കേഴ്സ്, ഒന്ന് ഇൻഫ്ലുവൻസേഴ്സ്. അത് കറക്റ്റ് പറഞ്ഞത്. അത് പറഞ്ഞ ബോയ് ഫ്രണ്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, ഡിസിഷൻ മേക്കേഴ്സ്, ഫണ്ട് റൈസേഴ്സ്, അല്ലെ? ഈ 3 ആളുകൾ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പരാമർശിച്ച സാധനമാണ്. കാണാത്തവർ പോയി കാണാം എന്താണ് കസ്റ്റമർ ഇതിലുള്ളത്. അപ്പൊ ഈ 3 ആളുകളിൽ ഇവർ വരുന്നുണ്ടോ നോക്കേണ്ടി വരും നമുക്ക്. അത് വേറെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ ബെസ്റ്റീസ്, ഗേൾ ഫ്രണ്ട്, പിന്നെ ബ്രദർ, സിസ്റ്റർ. ഇപ്പോ നമ്മളെ എന്താ ഫോർ എക്സാമ്പിൾ പലരും, ആരും വരാം നമ്മുടെ ഒരു ചുരിദാറിന്റെ ഓഡിയൻസ്, അല്ലേ? ആരും വരാം. ഇപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോ നമ്മള് മലപ്പുറത്ത് പറയാം, ഇളയച്ചന്മാര്, മൂത്തച്ഛന്മാര്, മൂത്തച്ഛിമാര്, ഇങ്ങനെ പല പല പേരുകളിൽ പല കുടുംബ ബന്ധങ്ങളിലെ ആളുകളുണ്ട്, കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും ആളുകളുടെ പ്രൊഫൈൽ ഓരോ പേജ് വെച്ച് ക്രിയേറ്റ് ചെയ്ത് നോക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ക്ലയൻസിന്റെ എങ്ങനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചുരിദാറിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ഐഡിയൽ കസ്റ്റമർ 2 ICP ഞാൻ എടുത്തു. ഈ 2 ICPയിൽ ഒന്ന് കോളേജുകൾ എന്നുള്ള ഒരു ICP ഞാൻ എടുത്തു. 2 ഒരു ബ്രദർ. ഓക്കെ, ഒരു ബ്രദർ. ഈ കോളേജുകൾ ഇപ്പോ എറണാകുളം ജില്ലയിലെ കോളേജുകളും മലപ്പുറം ജില്ലയിലെ കോളേജുകളും തമ്മിൽ ഡിഫറെന്റ് ഉണ്ട്, കാലിക്കറ്റിലും ഡിഫറെന്റ് ഉണ്ടാവും. മനസ്സിലായോ? ഈ കോളേജുകളിൽ തന്നെ എറണാകുളമുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഡ്രസ്സും മലപ്പുറത്തുള്ളതും കാലിക്കറ്റുള്ളതും ഡിഫറെന്റ് ആകുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഓൾ കേരള ക്യാമ്പയിൻ ചെയ്യുന്നത്? എന്ത് കണ്ടിട്ടാണ് നമ്മൾ ഓൾ കേരള ക്യാമ്പയിൻ ചെയ്യുന്നത്? മനസ്സിലായോ? അതാണ് ഞാൻ ലൊക്കേഷനും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ടാർഗറ്റ്, ഇവിടെ കൊടുക്കുന്ന ഒരു ക്രിയേറ്റീവ് ഒരു വീഡിയോ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ എറണാകുളത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട, അവരുടെ ഡെയിലി ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും കൊടുക്കുക, അല്ലെ? ഒരു സിറ്റി ലൈഫുമായി ബന്ധപ്പെട്ട അത് കുറച്ചും കൂടി ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു വീഡിയോ, കുറച്ച് ഷേപ്ഡ് ആയിട്ട് കാണിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും എറണാകുളം സിറ്റിയിൽ നമ്മൾ ആഡ് റൺ ചെയ്യുമ്പോൾ മിക്കവാറും അത് റൺ ആവാൻ ചാൻസ് ഉള്ളത്.
നേരെ മറിച്ച് നമ്മളൊരു ബ്രദറിനെ കാണിക്കാനാണ് ചുരിദാർ ടോപ്പിന് ആർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ശരീരത്തിന്റെ വടിവൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ എടുത്തിട്ട് ബ്രദറിന് ICP വരുന്ന ആ ബ്രദറിനെ കാണിക്കുന്ന രൂപത്തിൽ വീഡിയോ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മേടിക്കുമോ? മേടിക്കൂല. ഇതറിയാതെ നമ്മൾ ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പൈസ പോവോ? പോകും. അത് പോയിട്ടിന്റെ ആഡ് റണ്ണ് പെർഫോം ചെയ്യണില്ല സാറേ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഒന്ന് കരഞ്ഞോണ്ട് കാര്യമുണ്ടോ? ഇല്ല. ICP കറക്റ്റ് അല്ല, ICP പഠിച്ചിട്ടില്ല. മനസ്സിലായോ? സോ ഇതാണ് ഞാൻ പറഞ്ഞത്. ICP ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു ICPക്ക് ഒരു A4 നിങ്ങൾ മാറ്റി വെച്ചോളൂ. ഒരു ICPക്ക് ഒരു A4 മാറ്റി വെക്കി. എന്നിട്ട് ആ കസ്റ്റമറിന്റെ നിങ്ങൾ എഴുതി. എന്നിട്ട് ഓരോ ICPയുടെ അണ്ടറിലും പെർസോണ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. എന്താണ് അടുത്തത്? ICPയുടെ അണ്ടറിൽ വരുന്നത് പെർസോണ അഥവാ കസ്റ്റമർ പെർസോണ. ICPയുടെ അണ്ടറിൽ അഥവാ ICP എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ മൊത്തത്തിൽ പറയാന്നുണ്ടെങ്കിൽ കോളേജ് ഗേൾസ് 18 to 22. ഓക്കെ, ഒരു ICP ഞാൻ എടുത്തു. അതിൽ നമ്മൾ തന്നെ ഇപ്പൊ എറണാകുളം എന്നെടുത്തു. ഇനി ഇതിനെങ്ങനെ പേഴ്സോൺ ഉണ്ടാക്കാം? ഇതെങ്ങനെയാണ് പേഴ്സോൺ ഉണ്ടാക്കാം? പേഴ്സോൺ ഉണ്ടാക്കേണ്ടത് പേഴ്സോണ നമ്പർ 1 മിസ്സിസ് അല്ലെങ്കിൽ മിസ് അഞ്ജലി. ഓക്കെ, അഞ്ജലി എന്നൊരു പെൺകുട്ടിയെ നമ്മൾ പേഴ്സോണ ക്രിയേറ്റ് ചെയ്യണം. അഞ്ജലിന്റെ പേഴ്സോണ ക്രിയേറ്റ് ചെയ്യണം. അഞ്ജലിന്റെ വീട് എറണാകുളം. ഓക്കെ, മിഡിൽ ക്ലാസ് കുടുംബം, അച്ഛന് ജോലി കൂലിപ്പണി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സാലറി 15,000 ഉള്ള ജോലി. അഞ്ജലിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, മേ ബി 2 ബോയ് ഫ്രണ്ട് ഉണ്ടാവും ടേപ്പാണെങ്കിൽ. പിന്നെ അഞ്ജലിക്ക് 2 ബ്രദേഴ്സ്. മനസ്സിലായോ? ഡെയിലി കോളേജിൽ പോകുന്നു, ബൈ ബസ്സിന് കോളേജിൽ പോകുന്നു. അഞ്ജലിയുടെ ഡിവൈസ് ഐഫോൺ. ഇങ്ങനെയാണ് പോകും. മനസ്സിലായോ? സോ ഇതൊരു പ്രൊഫൈലാണ്, ഇതൊരു പേഴ്സോണയാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് പേഴ്സോണ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ കിട്ടിയ 1000 പേഴ്സോണ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഈ പേഴ്സോണ വെച്ചിട്ട് ഓരോ പേഴ്സോണക്കും ഇനി എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്തും. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ളതാണ്. സോ നമ്മൾ വെൻ ഇറ്റ് കംസ് ടു ഇപ്പൊ നമ്മൾ ICP ക്രിയേറ്റ് ചെയ്ത് ഓക്കെ, പിന്നെ നമ്മൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ICP ക്രിയേറ്റ് ചെയ്ത് ഒരു ICP എടുക്കും. നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് ഒരു കസ്റ്റമറെ കിട്ടി, നിങ്ങളൊരു ധോത്തി എടുത്തു അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ബിസിനസ് എന്തോന്ന് ആയിക്കോട്ടെ, കോസ്റ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങളൊരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ ഫോർ എക്സാമ്പിൾ, ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ. ഇതില് ഫസ്റ്റ് ക്യാമ്പയിൻ. മനസ്സിലായോ? ഫസ്റ്റ് ക്യാമ്പയിൻ. അപ്പൊ നോർമലി നമ്മൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ക്യാമ്പയിന് ഒരു ആഡ് സെറ്റ്, അതിൻ്റെ ഉള്ളിൽ ഒരു ആഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത് അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളൊരു ഫസ്റ്റ് ആയിട്ട് ഒരു ആഡ് റൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആഡ് അക്കൗണ്ടിൽ പുതിയൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, നോട്ട് റെഡിയാക്കി വെച്ചോളൂ. ഫസ്റ്റ് ആയിട്ട് എന്നുള്ള തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി നെയിംഡ് 153. എന്താണ് ടൈപ്പ് ചെയ്തേ? 153. മനസ്സിലായോ? 153. എന്താണ് 153? 153 മോഡലാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 153 എന്ന് പറഞ്ഞാൽ 1:5:3. എടുത്തായിട്ട് ഒരു ക്യാമ്പയിൻ. എന്താണ് ഒരു ക്യാമ്പയിൻ? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. അതിന്റെ ബഡ്ജറ്റിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഇതിന്റെ പണി മനസ്സിലാവും ഇങ്ങനെ വരുന്നത്. ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നു. ആ ക്യാമ്പയിന്റെ അണ്ടറിൽ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നു. ആ ക്യാമ്പയിനിൽ 5 ആഡ് സെറ്റ്. എന്താണ്? ഈസി ആയിട്ട് നിങ്ങൾക്ക് കയറി പോരാനുള്ള പെർഫോമൻസ് മാർക്കറ്റിംഗിൽ ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള ഒരു വഴിയാട്ടോ. വെറുതെ പറയല്ല, പ്രൂവ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള വഴിയാണ്. ഇതെന്നെ ചെയ്യണം എന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യാം. ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അഥവാ ഒരു ക്യാമ്പയിന് 5 ആഡ് സെറ്റ്, ഓരോ ആഡ് സെറ്റിനും എന്ത് ചെയ്യാം? 3 ആഡ്. മനസ്സിലായോ? 3 ആഡ്. ഇത് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഒരു ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എവിടെ നിന്ന് തുടങ്ങണം സാറേ, എന്ത് ചെയ്യണം സാറേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അതിനാണ് ഒരു ക്ലിയർ ഇത് പറയുന്നത്. ക്വിക്കായിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗിലേക്ക് കയറാൻ പറ്റും. സോ ഇവിടെ നമ്മൾ 5 ആഡ് സെറ്റിലും ഓരോ ആഡ് സെറ്റിലും നിങ്ങൾ സിംഗിൾ ഇൻഡസ്ട്രി, സിംഗിൾ ICP ടാർഗറ്റ് ചെയ്യും.
മനസ്സിലായോ? സിംഗിൾ ഇൻട്രസ്റ്റ്, അല്ലാതെ ഇതിൽ മിക്സ് ചെയ്യരുത്, സ്റ്റാക്ക് ആഡ്സ് ചെയ്യരുത്. മനസ്സിലായോ? സിംഗിൾ ആഡ് സെറ്റ്. ഇപ്പോ ഇവിടെ ആണെങ്കിൽ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ചുരിദാർ ആണെങ്കിൽ ഇവിടെ ബ്രദറിനുള്ള ഒരു ആഡ് സെറ്റ്, കോളേജുകളിലുള്ള ആഡ് സെറ്റ്, ഫാദേഴ്സിനുള്ള ആഡ് സെറ്റ്, മമ്മാസിലുള്ള ആഡ് സെറ്റ്, അമ്മമാർക്കുള്ള ആഡ് സെറ്റ്, പിന്നെ ബോയ് ഫ്രണ്ടിലുള്ള ഒരു ആഡ് സെറ്റ്. എക്സാമ്പിൾ പറഞ്ഞു. മനസ്സിലായോ? ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ടാർഗറ്റ് ചെയ്യാം. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ പിന്നെ ഡ്രൈവിങ്, ഓക്കെ, ഡ്രൈവേഴ്സ്, ഒരു സൺസ്ക്രീനിന്റെ ആഡാണ് ചെയ്യുന്നതെങ്കിൽ ഡ്രൈവേഴ്സ്, പിന്നെ അങ്ങനെയുള്ള ഔട്ട് വർക്കേഴ്സ്, ഓക്കെ, സ്റ്റുഡൻസ്, ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓരോ ആഡ്സിന്റെ ഉള്ളിലും 3 ആഡ്സ് ക്രിയേറ്റ് ചെയ്യുക. ഈ 3 ആഡ്സും അഥവാ ഈ ഇൻട്രസ്റ്റിന് കൊടുത്ത ആഡ് ഇവിടെ പുറത്ത് ഇൻട്രസ്റ്റിന് കൊടുക്കരുത്. അങ്ങനെ ഒരു ക്യാമ്പയിൻ നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ 5 ആഡ് സെറ്റിനായിട്ട് 3 3 3 3 3 15 ക്രിയേറ്റീവ്സ് നിങ്ങൾ വെച്ച് ലോഞ്ച് ചെയ്യേണ്ടി വരും. എത്ര? 15 ക്രിയേറ്റീവ്സ് വെച്ച് ലോഞ്ച് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെ 15 ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 15 ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ്സിന്റെ ഐഡിയ കിട്ടണം. ഐഡിയ കിട്ടാനാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ICP എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഓരോ ICP എടുക്കുക, ഓരോ ICPക്കുള്ള കണ്ടന്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം. മനസ്സിലാകും? ഇത് നിങ്ങൾ ഇപ്പൊ ഒരു 5 2 മിനിറ്റ് സാറേ, അഥവാ പിന്നെ ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1000 ദിർഹംസ്, 1000 രൂപയാണ് നിങ്ങൾ ഡെയിലി ബഡ്ജറ്റ് കൊടുക്കുന്നത് നോക്കാം. 1000 ബഡ്ജറ്റ് ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് CBO ഇതിലിടാം. ഓക്കെ, CBOയിലൂടെ ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ ഇടുക. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ക്യാമ്പയിൻ തന്നെ ഓരോ ആഡ് സെറ്റും ഉള്ളത് കൊടുത്തോളൂ, പെർഫോം ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ഒരു 3-4 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക. ഇതിന് റിസൾട്ട് വന്ന് തുടങ്ങും. 4-5 ദിവസത്തിന് ശേഷം റിസൾട്ട് വരാത്ത ആഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഓഫ് ചെയ്യാം. മനസ്സിലായോ? ഇനി ഇതിൽ നിന്ന് റിസൾട്ട് വരാൻ തുടങ്ങി, നിങ്ങൾ ഇതിൽ നിന്ന് ഒരു 75 മുതൽ ഒരു 100, മിനിമം ഒരു 50ന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ആട്രിബ്യൂട്ടഡ് കൺവേർഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു 75 മുതൽ ഒരു 100 വരെ ഒരു ആട്രിബ്യൂട്ടഡ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആട്രിബ്യൂട്ട് ചെയ്ത് വെച്ച കൺവേർഷൻ, അഥവാ ലീഡ്സ് ആണെങ്കിൽ ലീഡ്സ്, മനസ്സിലായോ? സെയിൽ ആണെങ്കിൽ സെയിൽ, വീഡിയോ വാച്ചാൽ വീഡിയോ, ഇങ്ങനെ എന്താണ് നമ്മൾ ഒരു ആട്രിബ്യൂട്ടഡ് കൺവേർഷൻ വെക്കുന്നത്. ആ ആട്രിബ്യൂട്ടഡ് കൺവേർഷൻ 75 മുതൽ 100 വരെ ടോട്ടൽ ക്യാമ്പയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാസ്റ്റർ ആഡ് സെറ്റ് ഇതിനുള്ളിൽ, മാസ്റ്റർ ക്യാമ്പയിൻ. ഷംസ് ഭായ്, സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ച് സ്കെയിലിംഗ്, പെർഫോമിംഗ്, നോൺ പെർഫോമിംഗ് അസറ്റ്, ABRB ടെസ്റ്റിംഗ്, ഇതിനൊരു ലോകം പറയാനുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ചെറിയ അബദ്ധം പറ്റിയത്, രാവിലത്തെ സെഷൻ ഒന്ന് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ജസ്റ്റ് മിസ്സായി. ജസ്റ്റ് ഒന്ന് റെയിലുമെന്ന് പാളം തെറ്റി തുടക്കത്തില്. പിന്നെ ഞാനൊരു തുടക്കക്കാരനല്ലേ, അപ്പോ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അവിടെ സത്യത്തിൽ പറഞ്ഞാലും നമുക്കത് കറക്റ്റ് സെറ്റായി പിടിക്കാൻ പറ്റിയില്ല. അത് സാറില്ല. അപ്പൊ ഞാൻ പറയേണ്ടത് ഇത് ഒന്ന് പറഞ്ഞു തീർക്കാണ്. അഥവാ നിങ്ങളൊരു ഡെയിലി 1000 രൂപ നിങ്ങൾ 5 എണ്ണത്തിൽ ഇട്ടു. ഓക്കെ, 5 എണ്ണത്തിൽ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 3 എണ്ണം ഉണ്ടാവും. ചിലപ്പോ ഒരു 75 റിസൾട്ട് നിങ്ങൾക്ക് വന്നത്, ഫോർ എക്സാമ്പിൾ ലീഡ് ക്യാമ്പയിൻ ആണെങ്കിൽ 75 ലീഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, താഴത്ത് നിങ്ങൾ ഒരു സ്റ്റാക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുക. അഥവാ ഒരു 1 അവിടെ ക്രിയേറ്റ് 1 1 3, മനസ്സിലായോ? 113 ലോഞ്ച് ചെയ്യാം. എന്താണ്? എപ്പോ 75 മുതൽ 100 വരെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 113 ലോഞ്ച് ചെയ്യാം. മനസ്സിലായോ? അഥവാ 113 ലോഞ്ച് ചെയ്യുക. 113 എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ ക്യാമ്പയിൻ ആയിരിക്കും. ആ ക്യാമ്പയിനിൽ നമ്മൾ ഇതിൽ ഏത് സാധനമാണോ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, റിസൾട്ട് വരുന്ന ഇൻട്രസ്റ്റ് ഏതാണോ ആ ഇൻട്രസ്റ്റ് ഒക്കെ കൂട്ടിയിട്ട് നിങ്ങൾ ഒരു സ്റ്റാക്ക് ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റാക്ക് ആഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന, അഥവാ 2 തരം ആഡ് സെറ്റ് ഉണ്ട്. പിന്നെ ഒന്ന് ഇതിങ്ങനെയുള്ള മാസ്റ്റർ ആഡ് സെറ്റ് ഉണ്ടാവും, പിന്നെ സ്റ്റാക്ക് ആഡ് സെറ്റ് ഉണ്ടാവും. അപ്പൊ സ്റ്റാക്ക് ആഡ് സെറ്റ് പറയുമ്പോൾ നമ്മൾ എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള സംഭവമായിരിക്കും. അപ്പൊ ഒരു മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് അതിലുണ്ടാകും. മനസ്സിലായി? അപ്പൊ ഇതിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ക്യാമ്പയിൻ ഇടണ്ട, നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് ഈ 5ന്റെ ഉള്ളിൽ തന്നെ പുതിയൊരു ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാക്ക് ആഡ് സെറ്റ് കയറ്റാം. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം വെട്ടി ഒഴിവാക്കാം. വർക്ക് ചെയ്യാത്ത 2 എണ്ണം ഒഴിവാക്കാം. ഷംസെ മാഷെ, ഒന്ന് ബിപിൻ സാറിനെ പാനലിസ്റ്റ് ആക്കുവോ? എന്നിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് സമയം എനിക്ക് സമയം 6:05 ഷംസെ.
പിന്നെ ഒന്ന് അപ്പൊ അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ? അതെന്താ ഷംസ, ഞാൻ ഒരു കാര്യം ചെയ്യാം. നീ റെസ്റ്റ് എടുക്ക്. നമ്മൾ രണ്ടാളും ഹെൽത്ത് നോക്കിയിട്ടേ കയ്യിൽ നിന്ന് പോവും. കാരണം നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്, രണ്ടാളും ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. സത്യമാണ് ഞാൻ പറഞ്ഞ 6-7 മണിക്കൂറായി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് വെള്ളം തന്നെ നമ്മൾ കുടിച്ചിട്ടില്ല പ്രോപ്പറായിട്ട്. കാല് മരവിച്ചിട്ടുണ്ട് ഈ അല്ലല്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ രാവിലെ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ വേറെ ഇത്രയും ആൾക്കാർ ഇരിക്കും. ഞാൻ ഓരോ കമന്റ് കണ്ടിട്ടാണ് ഞെട്ടണത്. ഞാൻ 2 പ്രാവശ്യം മൊബൈൽ റീചാർജ് ചെയ്യുന്നു. ഇടയ്ക്ക് പൂച്ചനായിട്ടുള്ള കളി ഉണ്ടല്ലേ, കാലനക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഞാന് ഗായ്സ് ഒരു കാര്യം പറയാം. അതായത് അടുത്ത സെഷൻ നമുക്കൊരു ദിവസം വെക്കാം. ഇതുപോലെ ഒരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ പോകുന്ന വൈകുന്നേരത്തെ ഒരു സെഷൻ വെക്കാം. അന്ന് ശരിക്കും പറഞ്ഞാൽ ആഡ് എങ്ങനെ സ്കെയിൽ ചെയ്യാം, ഓരോ പ്ലാറ്റ്ഫോംസ് എങ്ങനെ വർക്ക് ചെയ്യാം, ഓരോ പ്ലാറ്റ്ഫോംസിന്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ലാൻഡിംഗ് പേജ്. ലാൻഡിംഗ് പേജിന്റെ കൂടെ തന്നെ സിആർഒന്റെ കൂടെ തന്നെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമാണ് ഓട്ടോമേഷൻസ്. ഇത്രയും കാര്യങ്ങൾ പിന്നെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ് റജി ഭായ് ഒരു വാട്സപ്പിന്റെ ഓട്ടോമേഷന്റെ ഒരു ക്ലാസ് അദ്ദേഹം അടുത്ത് വരുന്നുണ്ട്. ഞാൻ ഈ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് ഇടാം. ആ ലിങ്ക് അന്ന് കയറിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്തോളൂ. കാരണം പുള്ളി നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ബഡ്ജറ്റ് അലൊക്കേഷൻ, മോനെ ബഡ്ജറ്റ് അലൊക്കേഷൻ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ അനക്ക് വേണ്ടി എല്ലാ സാധനവും നമ്മൾ സെറ്റാക്കി തരാം. ഞങ്ങളെ ഒരു മാനസിക പിന്നെ നമ്മളീ മനുഷ്യന്മാരായിട്ട് കാണി 2 കൂട്ടരും. കാരണം നിങ്ങളെ ചെവി പൊന്നായിട്ടുണ്ട്, ഞങ്ങളെ വായും പൊന്നായിട്ടുണ്ട്. രണ്ടും വിഷയമാണ്. കാരണം ഇനി ശരീരം നോക്കിയിട്ടില്ലെങ്കിൽ തീരുമാനമാവും. അത് വിഷയമാണ്. അതുകൊണ്ടാണ് എല്ലതും പറഞ്ഞുതരാം. നമ്മളിതിന്റെ വർക്ക് ബുക്കുകൾ തരുന്നുണ്ട്, നമ്മളിതിന്റെ വർക്ക് ഷീറ്റുകൾ ഉണ്ട്, നമ്മളിതിന്റെ ചീറ്റ് ഷീറ്റുകൾ ഉണ്ട്, നമ്മളിതിന്റെ കോഡുകൾ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ തരാതിരിക്കില്ല. അപ്പോ സെഷൻ സൺഡേ തന്നെ വെക്കാം. ഷംസ് ഭായ് ഒരു കാര്യം ചെയ്തോ, പൊന്നു മാഷെ വിപിൻ സാറെ ഒന്ന് പാനലിലേക്ക് ആഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സംസാരിക്കട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അപ്രിഷിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഷംസ, നീ പോയിട്ട് വെള്ളം കുടിച്ചോ, ഹൈഡ്രേറ്റ് ചെയ്തോ. കാരണം എന്താ വെച്ചാൽ കയ്യിൽ നിന്ന് പോകും. കാരണം എന്താ വെച്ചാല് അത് തീരുമാനമാവും. ഞാൻ തന്നെ തല കറങ്ങാൻ തുടങ്ങിക്കണം. പക്ഷെ അത് ഇനി കൂട്ടിയേ പറ്റില്ല. കാരണം അത് ആവേശം കൂട്ടിയിട്ട് കാര്യമില്ല. കയ്യിൽ നിന്ന് പോയാൽ പിന്നെ മേപ്പട്ടോക്കി കിടക്കേണ്ടി വരും. ഓക്കെ, വിപിൻ സാറേ സാറ് ഇനി സാർ എടുത്തോളി. സാറ് ഗൂഗിൾ ആഡ്സിന്റെ ഫണൽ ഉണ്ടല്ലോ, അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതും വളരെ കുറച്ച്, ബാക്കിയുള്ളത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട് അടുത്ത ക്ലാസ്സിൽ. അപ്പോ സാറ് സെഷൻ അതിൽ കാര്യമായിട്ട് വേണം. ഇന്ന് വളരെ ചുരുക്കി പറഞ്ഞിട്ട് ഒന്ന് ഓടിച്ചിട്ട് നമുക്കൊരു പിന്നെ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ ഒരു സെഷൻ എടുക്കുക സാറേ. നമ്മൾ 3 പേരും കൂടി ഇരിക്കായി. ഓക്കെ, ഞാൻ ചെറിയൊരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ലത്തീഫ് സാറിന്റെ സ്ലൈഡ് എടുക്കുന്നില്ല. ഓക്കെ, ഹായ് ഗൈസ്, എല്ലാവരും നല്ല ലേറ്റ് ആയിട്ടുണ്ട്. 300 സംതിങ് തുടങ്ങിയതാണ്, ഇപ്പം 163 ആൾക്കാരാണ് ഉള്ളത്. എനിവേസ്, നമുക്ക് വേഗം തന്നെ ഒന്ന് തീർത്തു തരാം. സോ ബേസിക്കലി ഗൂഗിൾ ആഡ്സിന് വരുന്ന സമയത്ത് തന്നെ ഇറ്റ്സ് വൺ ഓഫ് ദ എന്താ പറയുന്ന മീഡിയ ബൈങ് പ്ലേറ്റ്ഫോം പോലെയാണ് ഗൂഗിൾ ആഡ്സിന്റെ. മെയിൻലി ഗൂഗിളിന്റെ ഒരു ബിസിനസിന്റെ മേജർ റവന്യൂ വരുന്നത് തന്നെ ഗൂഗിൾ ആഡ്സിനകത്താണ്. അതിനകത്ത് സ്പെസിഫിക്കലി എന്ന് പറയുകയാണെങ്കിൽ സെർച്ച് ആഡ് ആണ് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാറ്. ആൻഡ് ഈ ബേസിക്കലി ഇത് കുറച്ചും കൂടെ ഇന്റൻഫുൾ ആണ്. ഇന്റൻഫുൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രോഫിബിലിറ്റി വരാൻ സാധ്യത കൂടുതലാണ്. ലൈക്ക് ആവശ്യമുള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് വന്നിട്ട് എന്താ ചെയ്യുന്നത്, ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നമ്മൾ ഇപ്പൊ ഒരു ക്യാമ്പയിൻ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. സോ ഒരു ബിസിനസ്സിന് സെൽസ് വേണമെങ്കിൽ നമുക്ക് സെൽസ് ഒബ്ജക്റ്റീവ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ലീഡ് ജനറേഷൻ ബിസിനസ് ആണെങ്കിൽ നമുക്ക് ലീഡ് ജനറേഷൻ ഉണ്ട്. ഒരു സ്പെസിഫിക് വെബ്സൈറ്റിനകത്തോട്ട് ലൈക്ക് ഇപ്പം ഒരു മനോരമ ഓൺലൈൻ പോലത്തെ വെബ്സൈറ്റ്സ് ആണെങ്കിൽ അവർക്ക് ട്രാഫിക് മതി. സോ വെബ്സൈറ്റ് ട്രാഫിക് ഉണ്ട്. പിന്നെ നമുക്ക് ബ്രാൻഡ് അവയർനെസ്, ബ്രാൻഡ് കൺസിഡറേഷൻ, പിന്നെ ലോക്കലൈസ് ബിസിനസിന് വേണ്ടിയുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സോ ഓരോ ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്യാമ്പയിൻസ് ഉണ്ട്. അതിനകത്ത് സെർച്ച് ആഡ് ആണ് വിച്ച് ലൈക്ക് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് ആൻഡ് മോസ്റ്റ് പ്രോഫിറ്റബിൾ എന്ന ഒരു സെക്ഷനകത്ത് വരുന്ന സെക്ഷനകത്ത് സെർച്ച് ആഡ് ആണ്. പിന്നെ വരുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 3 ബില്യന്റെ മുകളിൽ വെബ്സൈറ്റ്സ് ഉണ്ട്. ഗൂഗിളിന്റെ പാർട്ട്ണർ വെബ്സൈറ്റ്സ് ഉണ്ട്. ആക്ച്വലി ആഡ്സെൻസിനകത്ത് പാർട്ട്നേഴ്സ് ആയ വെബ്സൈറ്റ്സ് വേർ വി ക്യാൻ ഷോ ദ അവർ ആഡ്. ലൈക്ക് ഈവൻ മനോരമ ഓൺലൈൻ,
മാതൃഭൂമി, ഇവരെല്ലാവരും അതിന്റെ ഒരു പാർട്ട്നേഴ്സ് ആണ്. വി ക്യാൻ ഷോ ആഡ്സ് ഓവർ ദെയർ. അത് കൂടാതെ വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് ലാർജസ്റ്റ് സെർച്ച് എഞ്ചിൻ ആണ് യൂട്യൂബ്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്തതാണ്. ദെൻ ഡിമാൻഡ് ജെൻ ബേസിക്കലി ഗൂഗിളിന്റെ സ്പെസിഫിക് പ്രോഡക്ട്സ്, ഇത് ഗൂഗിളിന്റെ ഒരു നേറ്റീവ് ആഡ്സ് ആണ്. സോ ഗൂഗിളിന്റെ ജിമെയിൽ ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്കവർ ആപ്പ് ഉണ്ട്. ആ പർട്ടിക്കുലർ സെക്ഷൻ അതൊരു നേറ്റീവ് ആഡ് ഫോർമാറ്റിനകത്താണ്. ലൈക്ക് നേറ്റീവ് ആഡ് എന്ന് പറഞ്ഞാൽ ടബൂല, ഔട്ട് ബ്രെയിൻ അങ്ങനത്തെ വേറെ പ്ലാറ്റ്ഫോംസും ഉണ്ട്. അതേപോലെ തന്നെ ഗൂഗിളിന്റെ ഒരു നേറ്റീവ് ആഡ് സെക്ഷൻ ആണ് ഡിമാൻഡ് ജെൻ വരുന്നത്. ദെൻ ആപ്സ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ആപ്പ്, പിന്നെ ഷോപ്പിംഗ് ആഡ്സ്, ക്യാമ്പയിൻ, ദെൻ പെർഫോമൻസ് മാക്സ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ സെക്ഷൻ ആണ്. ഇ കോമേഴ്സിനകത്തെല്ലാം പെർഫോമൻസ് മാക്സ്, ഷോപ്പിംഗ് ക്യാമ്പയിൻ, സെർച്ച്, ഇതെല്ലാം കുറച്ചും കൂടെ നല്ലോണം വർക്ക്ഔട്ട് ആവുന്നതാണ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാമ്പയിൻസ് ആണ് വെൻ ഇറ്റ് കംസ് ടു ഗൂഗിൾ. ഓക്കെ, പിന്നെ വരുന്നത് ഇപ്പം ആസ് ലൈക്ക് ഇപ്പം സംശു പറഞ്ഞ പോലെ തന്നെ വൺസ് യു ക്രിയേറ്റ് എൻ ICP, നിങ്ങൾക്ക് ഇവിടെ ഒരു സെക്ഷൻ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ഇൻ ടു ബഡ്ജറ്റ് ക്രിയേഷൻ ആണ്. ലൈക്ക് ബഡ്ജറ്റിന്റെ ഒരു പ്രോപ്പർ അലോക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് ഇപ്പം ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് ചില കുറച്ച് പ്രോഫിറ്റ് തരുന്ന ബിസിനസ്സസ് ഉണ്ടായിരിക്കും, പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും, ഹൈ മാർജിൻ തരുന്ന പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. സോ അതിന്റെ ബേസിസിൽ തന്നെ നമുക്ക് ഈ ബഡ്ജറ്റ് അലോക്കേഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഈ ബഡ്ജറ്റിന്റെ ബേസിസിലാണ് നമ്മളൊരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ക്യാമ്പയിൻ പറഞ്ഞാല് ജനറൽ ക്യാമ്പയിന് ഒന്ന്, സെക്കൻഡ് ബ്രാൻഡ് ക്യാമ്പയിന്, തേർഡ് കോമ്പറ്റീറ്റർ ക്യാമ്പയിൻസ്, ഈ 3 സെക്ഷൻസിനകത്താണ് നമ്മൾ ഒരു ക്യാമ്പയിനെ ഡിവൈഡ് ചെയ്യുന്നത് മേജർ ആയിട്ട്. ഇപ്പം ലൈക്ക് സോഷ്യൽ മീഡിയ എല്ലാം പോകുന്ന സമയത്ത് നമ്മൾ ക്യാമ്പയിൻ ആഡ്സെറ്റ്സിന്റെ ബേസിലാണ് ഓരോ ICPക്ക് വേണ്ടിയാണ് നമ്മൾ ആഡ്സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ, ഞാനിത് സെർച്ചിലേക്കാണ് ആദ്യം തുടങ്ങുന്നത്. സെർച്ചിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ 3 സെക്ഷൻസിന്റെ ബേസിലാണ്. ഇപ്പം ജനറൽ ഉള്ള സാധനത്തിനകത്ത് നമ്മൾ ക്യാമ്പയിനകത്ത് മൾട്ടിപ്പിൾ ആഡ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കും. ഈ മൾട്ടിപ്പിൾ ആഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെന്റ് ആയി കീവേഡ്സിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ എടുക്കുവാണ്, ഒരു കമ്പനിക്ക് 2 പ്രൊഡക്ട്സ് ഉണ്ട്. ആ 2 പ്രൊഡക്ട്സിനകത്ത് ഒരു പ്രൊഡക്റ്റിന്റെ മാർജിൻ ഹൈ ആണ്, ഒരു പ്രൊഡക്റ്റിന്റെ മാർജിൻ കുറവാണ്. സോ അങ്ങനത്തെ സിനാരിയോയിൽ നമ്മൾ ജനറലിനെ തന്നെ 2 ക്യാമ്പയിന് ക്രിയേറ്റ് ചെയ്യും. ഒരെണ്ണത്തിനകത്ത് മാർജിൻ കൂടുതലുള്ളവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ബഡ്ജറ്റ് ആയിരിക്കും. ഇവിടെ ക്യാമ്പയിൻ 2 ക്രിയേറ്റ് ചെയ്യാൻ കാണുമെന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് അലോക്കേഷൻ ആണ്. ബിക്കോസ് കൂടുതൽ മാർജിൻ കിട്ടുന്നതിനകത്ത് നമ്മൾ കൂടുതൽ ഫണ്ട് സ്പെൻഡ് ചെയ്യാൻ നോക്കും. ആൻഡ് ലെസ് മാർജിൻ നിൽക്കുന്ന, അല്ലെ പിന്നെ എന്താ പറയുക, അതിനേക്കാളും കമ്പാരിറ്റീവ്ലി ലെസ് ആണെങ്കിൽ ബഡ്ജറ്റും ലെസ് ആയിരിക്കും. ഇപ്പൊ എന്റെ അടുത്ത് 10 രൂപയാണെങ്കിൽ ഐ വിൽ ട്രൈ ടു സ്പെൻഡ് 7 rupees there and 3 rupees in the lower margin of sections. So നമ്മുടെ ക്യാമ്പയിനും അതേ ബേസിസിലായിരിക്കും ഡിവൈഡ് ആവുന്നത്. പിന്നെ ഇതെല്ലാം കുറച്ചും കൂടെ ഇന്റന്റ്ഫുൾ ആണ്. സോ നിങ്ങളുടെ കീവേഡ്സ് 3 ടൈപ്പ് ഓഫ് കീവേഡ്സ് ആണ് മേജർ ആയിട്ട് വരുന്നത്: ഫ്രേസ് മാച്ച്, എക്സാക്ട് മാച്ച്, പിന്നെ ബ്രോഡ് മാച്ച്. ബ്രോഡ് മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിനകത്ത് റൺ ചെയ്യും ടു ഗെറ്റ് ദ ഒരു ഐഡിയ അബൌട്ട് ദ കീവേഡ്സ് എങ്ങനത്തെ വരുന്നതാണെങ്കിൽ ഇഫ് വി ഹാവ് ബഡ്ജറ്റ്. അല്ലെ പിന്നെ നമ്മൾ ബേസിക്കലി സ്റ്റാർട്ട് വിത്ത് ദ ഫ്രേസ് മാച്ച് ആൻഡ് എക്സാക്ട് മാച്ച് ആയിരിക്കും നമ്മൾ പോവുക. പിന്നെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് സെക്ഷൻസിനകത്ത് വരുന്നത് ബിഡിംഗ് ആണ്. ബിഡിങ്ങിനകത്ത് ഗൂഗിളിനകത്ത് 2 ടൈപ്സ് ഓഫ് ബിഡിംഗ് ഉണ്ട്. ഒന്ന് മാനുവൽ ബിഡിംഗ് ഉണ്ട്, ഒന്ന് ഓട്ടോമേറ്റഡ് ബിഡിംഗ് ഉണ്ട്. മാനുവൽ ബിഡിങ്ങിനകത്ത് CPC ബേസ്ഡ് ബിഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഹാൻസ് CPC ഉണ്ട്, ചെറിയൊരു മാർജിനൽ ഡിഫറൻസ് ഉണ്ട്. ദെൻ കംസ് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ബിഡിംഗ് ലൈക്ക് CPA ഉണ്ട്, മാക്സിമൈസ് ക്ലിക്സ് ഉണ്ട്, ടാർഗറ്റ് ഷെയർ ഇംപ്രഷൻസ് ഉണ്ട്, ROS ഉണ്ട്, ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിഡിംഗ്സ് ഉണ്ട്. സോ വെനെവർ വി സ്റ്റാർട്ട് എ ക്യാമ്പയിൻ വി ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദ മാനുവൽ CPC. ഓക്കെ, സോ മാനുവൽ CPCനകത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ട് വാട്ട് വി മൂവ് ഇൻ ടു ലൈക്ക് മാക്സിമൈസ് ക്ലിക്സിനകത്തോട്ട് നമ്മൾ മാറും, വേർ ഓട്ടോമേറ്റഡ് ബിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് വൺസ് വി ഗെറ്റ് അറ്റ്ലീസ്റ്റ് 50 കൺവേഴ്സൺസ്, സോ അറൌണ്ട് ഒരു കൺവേഴ്സൺ സെക്ഷൻസ് നമ്മൾ ഇപ്പം ലാസ്റ്റിൽ പോയിന്റ് പറയാം. കൺവേഴ്സൺ വെരി ഇമ്പോർട്ടന്റ് ആണ്. ട്രാക്കിംഗ് പ്രൈമറി കൺവേഴ്സൺ ആൻഡ് സെക്കൻഡറി കൺവേഴ്സൺ ഉണ്ട്. വൺസ് വി ഗെറ്റ് ഇൻ ടു ദ പ്രോപ്പർ കൺവേഴ്സൺ അപ് ടു 50 കൺവേഴ്സൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ കംപ്ലീറ്റ്ലി മൂവ് ഇൻ ടു ദ ഓട്ടോമേറ്റഡ് ബിഡിംഗ് ഓപ്ഷൻ. ഓട്ടോമേറ്റഡ് ബിഡിങ്ങിന് ഒരുപാട് എന്താ പറയുക പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ലൈക്ക് ഏത് ടൈമിലാണ് കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്, ഏത് ടൈമിലായിരിക്കും കൂടുതൽ ലൈക്ക് പർച്ചേസ് ചെയ്യാൻ സാധ്യത കൂടുതൽ. ഗൂഗിളിന്റെ പ്രോഗ്രാമാറ്റിക് ബേസിക്കലി ഗൂഗിളിന്റെ ഒരു AI ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ദാൻ അസ് ടു മാനുവലി നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഒരുപാട് വലിയ ക്യാമ്പയിൻസ് എല്ലാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ സമയം ഇരുന്നിട്ട് ഓരോ ആഡ് ക്യാമ്പയിനും അല്ലെ പിന്നെ ഓരോ ആഡ് സെറ്റ്സും നമുക്കത് നോക്കാൻ പറ്റത്തില്ല. സോ അതിന്റെ ഒരു സിനാരിയോനകത്ത് വി ലേറ്റർ ഓൺ മൂവ് ടു എന്ന് പറയുന്ന ഓട്ടോമേറ്റഡ് ബിഡിനകത്തോട്ട് തന്നെ ആയിരിക്കും നമ്മൾ പോവുക. പിന്നെ ആഡ് കോപ്പീസിനകത്ത് വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ കുറച്ചും കൂടെ മെറ്റയിനകത്തെല്ലാം ആണെങ്കിൽ കൺവേഴ്സൺ ബേസ്ഡ് കോപ്പീസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറ്. ഓക്കെ, ഇപ്പം സംശു പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രാറ്റജി നമ്മളും ഫോളോ ചെയ്യും. ഈ ആഡ് സെറ്റിനകത്ത് നമ്മൾ ടാർഗറ്റേ ചെയ്യത്തില്ല, നമ്മൾ കോൺടെക്ച്വൽ ടാർഗറ്റിംഗ് ആയിരിക്കും ചെയ്യുക. ഓരോ ആഡ് ക്രിയേറ്റീവ് ആയിരിക്കും ഓരോ ആളോട് സംസാരിക്കുന്നത്. ആൻഡ് നമ്മൾ ബ്രോഡിലായിരിക്കും റൺ ചെയ്യുക. സ്റ്റിൽ വി ഗെറ്റ് പെർഫോമൻസ് ഓൺ ദാറ്റ്. നമുക്ക് ഒരുപാട് മെറ്റയുടെ AI ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ലൈക്ക് മോർ ടു ഡയറക്റ്റ് റെസ്പോൺസ് ആണ്. ലൈക്ക് നമ്മൾ
സംസാരിക്കുന്ന ഓഡിയൻസ് എന്താണ് അവർ നോക്കുന്നത്, ഇഫ് ദേ ആർ ലുക്കിംഗ് ഫോർ പർട്ടിക്കുലർ ഇഷ്യൂ ആണെങ്കിൽ ആ ഇഷ്യൂനെ ആയിരിക്കും നമ്മുടെ ടൈറ്റിലിനകത്ത് മെൻഷൻ ചെയ്യാൻ ഫോക്കസ് ചെയ്യാറ്. സോ അവിടെ ഹെഡ്ലൈൻ ഉണ്ടായിരിക്കും. H1 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ്ലി വി പിൻ ദ H1 സെക്ഷൻ ആൻഡ് H2 ആൻഡ് H3 നമ്മൾ എന്താ പറയുന്ന വേരിയേഷൻസ് ടെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ സെക്ഷൻസിനകത്ത്. സോ ദീസ് ആർ ദ തിങ്. ആഡ് സെക്ഷൻസിനകത്തായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. ആഡ് പർട്ടിക്കുലർ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ക്യാമ്പയിനകത്ത് മിനിമം 2 ആഡ്സ് എങ്കിലും മിനിമം ക്രിയേറ്റ് ചെയ്യും. ആൻഡ് വി ക്യാമ്പയിൻ സെറ്റിംഗ്സിനകത്ത് 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓപ്റ്റിമൈസ് ബെസ്റ്റ് പെർഫോമൻസ് ആഡ് ആൻഡ് ഇൻഡെഫിനിറ്റ്ലി ഓപ്റ്റിമൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിയേറ്റീവ് ഉണ്ടായിരിക്കും. സോ നമ്മൾ ഇൻഡെഫിനിറ്റ്ലി ആയിരിക്കും എപ്പോഴും നോക്കുക. ആൻഡ് 2 ക്രിയേറ്റീവ് വിച്ച് എവർ ദ ബെസ്റ്റ് പെർഫോമിംഗ് അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ വെൻ വി ആർ റിവ്യൂയിങ് ദീസ് അതിന്റെ ബേസിസിൽ നമ്മൾ എന്താ ചെയ്യും, അതിനെ ചേഞ്ച് ചെയ്യും. ദെൻ ആഡ് ഗ്രൂപ്പ് എപ്പോഴും നമ്മൾ ആഡ് ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യുക. ഒരു ഫാമിലി സിമിലർ കീവേഡ്സിനെ ഒരു ഫാമിലിനകത്തോട്ട് ഇടാൻ നോക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്യത്തില്ല. ലൈക്ക് ഇപ്പം സ്റ്റാക്ക് ആഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2-3 ഇൻട്രസ്റ്റിനെ ഒരു കൂടെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരിക്കലും ഇവിടെ മിക്സ് ചെയ്യത്തില്ല. ഇവിടെ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ഫാമിലിയിലേക്ക് ഇപ്പം ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ ഓൾ ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ്സ് ഉള്ള കീവേഡ്സ് ആയിരിക്കും ഞാൻ ഒരു ആഡ് സെറ്റിനകത്ത്. ഈവൻ ദോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ആഡ് സെറ്റ് ആയിരിക്കും, അവിടെ കോഴ്സ് റിലേറ്റഡ് കീവേഡ്സ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്യത്തില്ല. അത് ക്വാളിറ്റി സ്കോർസിനെ ബാധിക്കും. ഈ ക്വാളിറ്റി സ്കോർ എന്താണ് വിൽ ഡിസ്കസ് ലേറ്റർ ഓൺ. ദെൻ ഗൂഗിൾ ആഡ്സ് സെക്ഷൻ കഴിഞ്ഞിട്ട് ടാർഗറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇഫ് ടാർഗറ്റിംഗ് ഇൻ ദ സെൻസ് സെർച്ച് ആഡിനകത്ത് നമ്മൾ RLSA എന്ന് പറഞ്ഞിട്ട് ചെയ്യും, റീമാർക്കറ്റിംഗ് ലിസ്റ്റ് സെർച്ച് ആഡ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഞാൻ ഒരാളെ സെർച്ച് ആഡ് ത്രൂ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ വീണ്ടും ആ കീവേഡ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്റെ ആഡ് വീണ്ടും റീമാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. സോ ആ ബേസിക്കലി സെക്ഷൻ നമ്മൾ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ വി ക്രിയേറ്റ് എ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ഹു വിസിറ്റഡ് മൈ വെബ്സൈറ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡേ. അവരെ ഞാൻ എന്താ ചെയ്യും, സെർച്ചിനകത്ത് ഓഡിയൻസിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ഓൾസോ ഐ ക്യാൻ സീ ദ റിപ്പോർട്ട് ഓൾസോ എത്ര പേരാണ് റീമാർക്കറ്റിംഗ് സെർച്ച് ലിസ്റ്റ് വഴി വന്നിട്ട് ക്ലോസ് അയക്കുന്നത്. ദെൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് കൺവേർഷൻ. 2 ടൈപ്പ് ഓഫ് കൺവേർഷൻ ഉണ്ട്. ഗൂഗിളിന്റെ പ്രൈമറി കൺവേർഷൻ ഉണ്ട്, സെക്കൻഡറി കൺവേർഷൻ ഉണ്ട്. ഈ പ്രൈമറി കൺവേർഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് എവർ എക്സാക്ട്ലി നമ്മുടെ പ്രൈമറി നമ്മുടെ ആവശ്യം എന്താണ്, ലീഡാണ്, സെയിൽസ് ആണ്, അതാവണം എപ്പോഴും നമ്മുടെ പ്രൈമറി കൺവേർഷൻ. ഞാൻ ഒരുപാട് അക്കൗണ്ടിനെ LIC ഇപ്പം കാണാറുണ്ട്, എല്ലാം കൺവേർഷൻ അവരുടെ പ്രൈമറി കൺവേർഷൻ ആയിരിക്കും. സോ ഇത് നമ്മൾ ഗൂഗിളിനെ ടീച്ച് ചെയ്യുന്നതാണ്. ആരാണ് എൻ്റെ കസ്റ്റമർ? ഇപ്പൊ നമ്മൾ ശരിക്ക് ടീച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, ഇന്നിപ്പം ഗൂഗിൾ അനാലിറ്റിക്സിന്റെ സെഷനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർ ഡാറ്റ തന്നെ കിട്ടുന്ന ഡാറ്റ തന്നെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് അനാലിസിസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതേപോലെ തന്നെയാണ് ടാർഗറ്റിംഗ്. പ്രോപ്പർ ടാർഗറ്റിംഗ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ റിസൾട്ടിനകത്ത് കംപ്ലീറ്റ് ആയി ബാധിക്കും. വെൻ ലൈക്ക് എന്താ പറയുന്നത്, നോർമലി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഓട്ടോമേറ്റഡ് ബിഡിലേക്ക് മാറും. ഓട്ടോമേറ്റഡ് ബിഡിലേക്ക് മാറുന്നത് എന്താണ്, അവരെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ മാറുന്നത്. അവരെ പഠിപ്പിച്ച സാധനം തന്നെ തെറ്റാണെങ്കിൽ ദ റിസൾട്ട് വാട്ട് ദേ ആർ ഗോയിങ് ടു ഗിവ് ഈസ് ലൈക്ക് നമുക്ക് ഒരിക്കലും സക്സസ്ഫുൾ റിസൾട്ട് കിട്ടൂല. അതുകൊണ്ട് കൺവേർഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ട്രാക്കിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കൺവേർഷൻ മേക്ക് ഷുവർ കൺവേർഷൻ സെറ്റ് ചെയ്യണം. ഓൾ ദ URL-നകത്ത് UTM പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കണം. UTM പാരാമീറ്റേഴ്സ് ഗിവ് us മോർ എന്താ പറയുന്ന ഓപ്ഷൻസ് ടു എക്സ്പ്ലോർ ദ പർട്ടിക്കുലർ സെക്ഷൻ ഡാറ്റാസ്. പിന്നെ ഈ ഗൂഗിൾ ആഡ്സ് എല്ലാം കുറച്ചും കൂടെ, ഗൂഗിൾ ആഡ്സ് ആയാലും മെറ്റ ആഡ്സ് ആയാലും നമ്പർ ഗെയിമാണ്. നമുക്ക് ഒരുപാട് അനാലിസിസ് പാർട്ട് വരും, ഒരുപാട് അനാലിസിസ് ചെയ്യേണ്ട സെക്ഷൻസ് ആണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ കംസ് ലാൻഡിംഗ് പേജ്. ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ലാൻഡിംഗ് പേജിനെ പുറത്ത് ഡിപ്പെൻഡന്റ് ആവരുത്. എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും AB ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഒരു സെക്ഷൻസ് ആണ് നമുക്ക് എപ്പോഴും ലാൻഡിംഗ് പേജിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. ലാൻഡിംഗ് പേജ് ഷുഡ് ബി ഒരു സെല്ലിംഗ് പേജ് ആണ്. നിങ്ങളുടെ സെയിൽസ്മാൻ പോലെ ആവണം. ഓൾ ദ ഇൻഫർമേഷൻ വാട്ട് എ പേഴ്സൺ റിക്വയർ ഓൺ യുവർ ബിസിനസ് ആൻഡ് നീഡ് ടു ബി ഇൻ ലാൻഡിംഗ് പേജ്. ഒരുപാട് പേര് എന്താ ചെയ്യും, ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുമ്പോൾ ഹോം പേജിലേക്ക് വിടും, അല്ലെങ്കിൽ പിന്നെ അവരുടെ സർവീസ് പേജിലേക്ക് വിടും. നെവർ ഡു ദാറ്റ്. വെൻ എവർ യു പേയിങ് എ റുപ്പി still you send to them to a landing page. And landing page basically ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിരിക്കും, വൺ സിംഗിൾ കോൾ ടു ആക്ഷൻ ആയിരിക്കും. ഇത് മാത്രമാണ് ലാൻഡിംഗ് പേജിന്റെ മെയിൻ ഒരു ഫംഗ്ഷനാലിറ്റി. സോ ട്രൈ ടു ക്രിയേറ്റ് ലാൻഡിംഗ് പേജ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ. ഇത് കുറച്ച് ഹാക്സ് ആണ് അടുത്ത സ്ലൈഡിനകത്ത്. അതോടെ നമുക്ക് സ്ലൈഡ് തീർക്കാം. സോ strategies, what I actually personally do is I do a lot of experiment within Google Ads. Nathana ഒരുപാട് experiments ഉണ്ട്. I can experiment with bid, with audience, with ഒരുപാട് sections ഉണ്ട്, with landing page, with keywords, ad sets. ഒരുപാട് നമുക്ക് ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അറേഞ്ച് പ്രോപ്പർ ക്യാമ്പയിൻ സ്ട്രാറ്റജി. ലൈക്ക് ഈ ക്യാമ്പയിന്റെ സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ചിലപ്പോൾ ക്ലയന്റ് സ്റ്റാർട്ടഡ് വിത്ത് എന്താ പറയുന്നത് 10,000-20,000 ആയിരിക്കും സ്റ്റാർട്ടിങ് ചെയ്യുക. വൺസ് യു സ്റ്റാർട്ട് ഗെറ്റിംഗ് റിസൾട്ട്സ്, അയാൾ അന്നേരം തന്നെ അതിനെ
സ്കെയിൽ ചെയ്യാൻ പറയാം. ഇഫ് സ്ട്രക്ചർ ഇസ് നോട്ട് പ്രോപ്പർ വേ, ലൈക്ക് ഇപ്പം ജനറൽ സ്ട്രക്ചർ ഞാൻ പറഞ്ഞ ഒരു ജനറൽ ക്യാമ്പയിൻ ഉണ്ടായിരിക്കും, ഒരു കോമ്പറ്റീറ്റർ ക്യാമ്പയിൻ ഉണ്ടായിരിക്കും, ഒരു ബ്രാൻഡ് ക്യാമ്പയിൻ ഉണ്ടായിരിക്കും. ഈ ബ്രാൻഡ് ക്യാമ്പയിൻ യൂഷ്വലി എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആണ്. വൺ ഓഫ് ദ എന്താ പറയുന്നത് പ്രോഫിറ്റബിൾ സെക്ഷൻ ആണ് ബ്രാൻഡ് ക്യാമ്പയിൻ. ബ്രാൻഡ് ക്യാമ്പയിൻ ലൈക്ക് മേ ബി ലൈക്ക് നമ്മുടെ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മൾ തന്നെ ആയിരിക്കും ഫസ്റ്റ് വരിക. ബട്ട് ഒരുപാട് ഓഡിയൻസ് ഇപ്പൊ ഓംനി മാർക്കറ്റിംഗ് ആണ്. ലൈക്ക് ആൾക്കാർ എവിടുന്നാണ് നമ്മുടെ ബ്രാൻഡിനെ പറ്റി അറിയുന്നതിന് നമുക്ക് വെരി ലെസ് അവയർനെസ് ആണ്, ബിക്കോസ് അത്ര കൂടുതലാണ് മീഡിയാസ് ഉള്ളത്. സോ ബ്രാൻഡ് ക്യാമ്പയിൻ നെവർ മിസ്. ലൈക്ക് കോമ്പറ്റീറ്റർ നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിലും ഒരിക്കലും ബ്രാൻഡ് ക്യാമ്പയിൻ മിസ് ചെയ്യരുത്. യു ഷുഡ് ഓൾവേസ് ഹാവ് എ ബ്രാൻഡ് ക്യാമ്പയിൻ സെക്ഷൻ. സോ ക്യാമ്പയിൻ സ്ട്രാറ്റജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. then comes negative keywords ആണ് which is like ഫണ്ടിനെ സേവ് ചെയ്യുന്നത്. ആൻഡ് whenever I personally start a campaign, at least 500 to 1000 നെഗറ്റീവ് കീവേഡ്സ് ആദ്യം തന്നെ ഞാൻ അത് പ്ലാൻ ചെയ്തിട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇഫ് ഐ വർക്ക്ഡ് ഓൾറെഡി ഇൻ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഓൾറെഡി ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ ഐ വിൽ ഗോ വിത്ത് ദ 5000 കീവേഡ്സ് അല്ലെ പിന്നെ 6000 കീവേഡ്സ് വെച്ചിട്ടായിരിക്കും ഞാൻ തുടങ്ങുക. സോ ഇനീഷ്യൽ ഐ ഡോണ്ട് ഗിവ് എനി സ്പേസ് ടു വേസ്റ്റ് മണി. ഇനീഷ്യലി തന്നെ നമ്മുടെ പെർഫോമൻസിനകത്തോട്ട് നമ്മൾ കയറാൻ വേണ്ടി നോക്കും. ദെൻ വി നീഡ് ടു എവറി മന്ത് അനാലിസിസ് ഓഫ് ലൈക്ക് ഫൈൻഡിങ് പ്രോഫിറ്റബിൾ കീവേഡ്സ് ഏതാണ്, ബിക്കോസ് നമ്മൾ ഒരുപാട് കീവേഡ്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ഇത് ഒരു ലൈക്ക് ഒരു സ്ക്വയർ സൈസ് ആയിരിക്കും. ലോ വാല്യൂ ഹൈ ഇഫക്റ്റീവ്നെസ്, ഹൈ വാല്യൂ ഹൈ ഇഫക്റ്റീവ്നെസ് കീവേഡ്, ലോ വാല്യൂ ആൻഡ് ലോ ഇഫക്റ്റീവ്നെസ് കീവേഡ്, ഹൈ വാല്യൂ നമ്മൾ ഒരുപാട് പൈസ പേ ചെയ്യുന്നുണ്ട്, ഒരു ലോ ഇഫക്റ്റീവ്നെസ് ആണ്. ഈ ലോ ഇഫക്റ്റീവ്നെസ്സിന് ഒരു ക്രൈറ്റീരിയ നമ്മൾ ഒരു CPA വെക്കും. ലൈക്ക് ഇത്രയാണ് കോസ്റ്റ് പെർ എക്വസിഷൻ, ഒരു ലീഡിന് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഒരു കോസ്റ്റ് വെക്കുന്നത്. അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിൾ കീവേഡ്സ് ഏതായിരിക്കും അതിനെ നമ്മൾ സ്കെയിൽ ചെയ്യാൻ വേണ്ടി നോക്കും, ബഡ്ജറ്റ് കൂട്ടാൻ നോക്കും ആ പർട്ടിക്കുലർ ക്യാമ്പയിനകത്ത്. ഈവൻ ദോ ചില ക്യാമ്പയിൻ ചില ലൊക്കേഷനിൽ, ഇപ്പൊ ഞാനൊരു ഡെന്റിസ്റ്റിന് വേണ്ടി ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുകയാണെങ്കിൽ ഡെന്റൽ ക്ലിനിക്കിന് പറഞ്ഞിട്ട് ഒരു കീവേഡ് ഉണ്ടായിരിക്കും. നോർമലി നോക്കുവാണെങ്കിൽ ഡെന്റൽ ക്ലിനിക്കിന് പറഞ്ഞാൽ ഭയങ്കര ബ്രോഡ് കീവേഡ് ആണ്. ബട്ട് I will use location targeting. 1 kilometer location run cheyyatullu. I don't go for the full Calicut. I will only go for the 1, 2, 3 kilometer range. So what happens, aa keyword na 1 kilometer 2 kilometer range nu maathre ullu audience varan povunnu. That's a small thing aanu inathu varunathu. How you profitable keyword vechittu play around cheyyunnathu. പിന്നെ ഒരു വൺ ഓഫ് ദ ഇഷ്യൂസ് ആൾക്കാർ ചെയ്യുന്നത് ഈ ഓട്ടോ അപ്ഡേറ്റ് ഓഫ് ചെയ്ത് വെക്കത്തില്ല. സോ ഗൂഗിൾ ആഡ്സ് എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഇപ്പം അവർ ഓട്ടോമാറ്റിക്കലി അവർക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ വരുന്ന അപ്ഡേറ്റ്സിനെ അവരെന്താ ചെയ്യും, ഓട്ടോ അപ്ഡേറ്റ് ചെയ്യും. സോ ഓൾവേസ് അവരുടെ അഡ്വൈസ് നോക്കണം, ചിന്തിക്കണം, ലൈക്ക് തിങ്ക്, അനലൈസ് ആൻഡ് അപ്ലൈ. സോ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ അവർ പറയുന്നത്, അതിന്റെ റീസണബിലിറ്റി എന്താണ്, നിങ്ങൾക്ക് അത് സൂട്ട് ആവുന്നുണ്ടോ ഇല്ലേ, അപ്ലൈ ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ ഇപ്പൊ നിങ്ങൾക്ക് അത് അപ്ലൈബിൾ അല്ലെങ്കിൽ അത് നിങ്ങൾ എന്താ പറയുന്നത് ഡിസ്മിസ് ചെയ്യുക. ലൈക്ക് ഇറ്റ്സ് നോട്ട് അപ്ലിക്കബിൾ ടു മൈ ബിസിനസ് എന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്യുക. ബിക്കോസ് സ്കോർ മാറ്റേഴ്സ് യുവർ പെർഫോമൻസ്. സോ ആ സ്കോർ നമ്മൾ ഒരു 80+ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇവിടെ കഴിഞ്ഞിട്ട് ഇതിനകത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അനാലിസിസ് പാർട്ടാണ്, നമ്മൾ ക്വാളിറ്റി സ്കോർ അനലൈസ് ചെയ്യും. സോ ഓരോ കീവേഡ്സിന്റെ ക്വാളിറ്റി സ്കോർ ആണ് ലൈക്ക് 1 to 10 റേഞ്ചിലാണ് ക്വാളിറ്റി സ്കോർ ട്രാക്ക് ചെയ്യുക. വി ട്രൈ ടു ഗീവ് 8, 9, 10 ആ റേഞ്ചിനകത്തോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യും വെക്കാൻ. സോ വെൻ വി create our quality score, we can make our keyword cost low. Okay, നമുക്ക് ക്വാളിറ്റി സ്കോർ കൂട്ടുവാണെങ്കിൽ കീവേഡ് കോസ്റ്റ് ലോ വെക്കാൻ പറ്റും, ഹയർ നമ്പർ ഓഫ് ക്ലിക്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ബി മോർ ലീഡ്സ്, അറൗണ്ട് ലീഡ്സ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ദെൻ കൺവേർഷൻ ഓൾറെഡി ഐ ഡിസ്കസ് അബൌട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ടൈപ്സ് ഓഫ് കീവേഡ്സ്. നമ്മൾ കൂടുതൽ ഫ്രേസ് മാച്ച് ആണ് യൂസ് ചെയ്യാറ്. ആൻഡ് ഇഫ് ഭയങ്കര ടൈറ്റ് ഓഫ് ബഡ്ജറ്റ് ആണെങ്കിൽ ഐ വിൽ ഗോ വിത്ത് ദ എക്സാക്ട് മാച്ച്. ആൻഡ് ഇഫ് ക്ലയന്റ് ഹാസ് സം ഫ്രീഡം, ലൈക്ക് ഇ-കോമേഴ്സ് എല്ലാം ആണെങ്കിൽ ഐ വിൽ ടെസ്റ്റ് ദ ബ്രോഡ് കീവേഡ്സ് ഓൾസോ. Then landing page, as I mentioned, you should always test, and there are tool like A/B test ചെയ്യാൻ പറ്റുന്ന Optimizely പറഞ്ഞിട്ട് ഗൂഗിളിന്റെ തന്നെ പ്രൊഡക്ട്സ് ഉണ്ട്. ആൻഡ് ഈവൻ ദോ ലൈക്ക് ക്ലിക്ക് ക്ലാരിറ്റി ഉണ്ട്. ഇതിന്റെ ഒരു നമ്മൾ ഹീറ്റ് മാപ്പ് നോക്കുന്നതും ഒരു യൂസർ വന്നു കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി നോക്കിയിട്ട് ഓൾവേസ് ഐ വിൽ ട്രൈ ടു ഇൻഹാൻസ് ലാൻഡിംഗ് പേജ്, ബിക്കോസ് ലാൻഡിംഗ് പേജ് ആണ് അൾട്ടിമേറ്റ്ലി ഗോയിങ് ടു ബി ഇൻഹാൻസ് യുവർ കൺവേർഷൻ. സോ പൈസ എപ്പോഴും ക്ലിക്ക് കോസ്റ്റ് എപ്പോഴും അത് തന്നെ ആയിരിക്കും. ഇഫ് ഐ ക്യാൻ ഇൻക്രീസ് ഇപ്പം 5% ആണ് കൺവേർഷൻ വരുന്നത്, ഇഫ് ഐ ക്യാൻ ഇൻക്രീസ് ദാറ്റ് കൺവേർഷൻ ടു 10%, നമ്മുടെ ഓട്ടോമാറ്റിക്കലി ക്യാമ്പയിൻ പ്രോഫിറ്റബിൾ ആയി മാറും. സോ വി നീഡ് ടു വർക്ക് അലോട്ട് ഓൺ ലാൻഡിംഗ് പേജ് സെക്ഷൻ. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഐ ജസ്റ്റ് പ്രിപ്പയർഡ് ഫോർ. ഓക്കെ, താങ്ക് യു. ഷംസ് ഭായ് പോലെ, ഷംസ് ഭായ് ഞാനിവിടെ ഉണ്ടേ. ഓക്കെ, എന്നാ നമ്മുടെ 3 പേരെയും വീഡിയോ ഒന്ന് ഓണാക്കി. നമ്മുടെ ടൈം മോഡൽ Vipin sir, thank you very much. Thank you. It's a valuable session, sir. Thank you. ഇവിടെ എന്താ വിചാരിച്ചാല് ഇവിടെ വിപിൻ സാറിന് കളിക്കാനുള്ള ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കി. നമുക്കത് കയ്യിൽ നിന്ന് പോയി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല്
ചെറിയൊരു കാര്യം ഇപ്പൊ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കുകൾ എന്താ വെച്ചാല്, ഇത് സത്യത്തിൽ പറഞ്ഞാൽ നമുക്കത് 2 ദിവസം ഒരു പ്രോഗ്രാമായിട്ട് ഡിസൈൻ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഒന്ന്, നമ്മൾ പറയുന്ന കണ്ടന്റിന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരു കാര്യം അഭിമാനത്തോടെ പറയട്ടെ, ഇന്ത്യയിൽ ഇത്രയും ഒരു വട്ട് കേസുള്ള ഒരുത്തൻ ഇങ്ങനെ 8 മണിക്കൂർ പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ ഒരു സെഷനും നടത്തിയിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പല പെർഫോമൻസ് മാർക്കറ്റേഴ്സിന്റെ ക്ലാസ്സും കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ 8 മണിക്കൂർ, കറക്റ്റ് 8 മണിക്കൂറായി നമ്മൾ ഇതിന്റെ മുന്നിലിരിക്കും. And sir, best part, we don't have to sell anything. നമുക്കൊന്നും വിൽക്കാനും ഇല്ല. ഇല്ല, നമ്മളൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പിന്നെ എവിടെ പറയണ്ടേ, നിങ്ങൾക്ക് ഞങ്ങള് വിവരത്തിന്റെ എവിടെ എത്തിയിട്ടില്ല പൊന്നു സുഹൃത്തെ ജോജി. ഞങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കണ്ടന്റിന്റെ ഇന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 35-40% ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 60% പെൻഡിങ് ആണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തൊരു ക്ലാസ് വെക്കാം. പിന്നെ 2 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ 1-2 വ്യക്തികള് ഇപ്പൊ വിളിച്ചിട്ട് എൻ്റെ അടുത്തൊരു ലേഡി അവർ പറഞ്ഞു, എന്റെ മകൻ 15 ദിവസമായിട്ട് മെനിഞ്ചൈറ്റിസ് പിടിച്ച ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവരൊറ്റ കാരണത്താൽ ഞങ്ങളെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണില്ല, അല്ലെങ്കിൽ എന്ത് ഭൂമി കുലിക്കാനും ഞങ്ങളെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിരുന്നു. അത് തരുന്നൊരു മോട്ടിവേഷൻ ചെറുതല്ല, ചെറിയ മോട്ടിവേഷൻ അല്ല. കാരണം നമ്മളെ അത്രത്തോളം ജനം ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നോളജ് അങ്ങോട്ട് ഷെയർ ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ വെച്ചത്. വിപിൻ സാറെ, നമ്മൾ ഇനി ഒരു ഡേറ്റ് നോക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത കണ്ടന്റുകൾ വെച്ചുകൊണ്ട് നമുക്കിത് പുട്ട് ഫോർവേഡ് ചെയ്യണം. അക്ഷനും കൂടി വരണം എന്നായിരുന്നു ആഗ്രഹം. അക്ഷൻ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. പിന്നെ കുറെയൊക്കെ സമയം വൈകിയപ്പോ എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ ഇന്നാഗുറേഷൻ പാനലും പലവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ഷംസ് ഭായ്, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ഫീഡ്ബാക്സ് എടുക്കാം. ഫീഡ്ബാക്സ് എടുത്താൽ നമുക്ക് ആവും. ഓക്കെ ക്യൂആൻഡേക്ക് പോലെ. കാരണം നമ്മള് പിന്നെ ഇത് പറഞ്ഞിരുന്നു, ക്രിയേറ്റീവ്സ് ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. സമയം ഉണ്ടാവില്ല, അടുത്ത സെഷനിൽ നോക്കല്ലേ. ഓ, അത് നോക്ക സാറേ. ഞാൻ ഓൾറെഡി എന്റെ പണി കഴിഞ്ഞു. ഞാൻ എന്റെ അടുപ്പ് കുട്ടിയൊക്കെ എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റും. ഉള്ള കാര്യം പറയല്, എന്റെ ഇവിടൊക്കെ പിടിച്ചിട്ട് ശരിക്കും കയ്യിൽ നിന്ന് പോയിക്കണം സാറേ. ഞാന് എന്നെ കൂടെ കെടുക്കാനല്ലാതെ പിന്നെ ക്യൂആൻഡേയിൽ കൊണ്ടുപോവാം. പിന്നെ അങ്ങനെ ഫീഡ്ബാക്ക് ഇതിലിപ്പോ നമ്മളെ പൊക്കി പറയാനൊന്നും ആരും ഫീഡ്ബാക്കിന് വരണ്ട കേട്ടോ. പൊക്കി പറഞ്ഞ നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്, നിങ്ങൾ എന്താണ് ഇത്രയും കിട്ടിയതിന് ശേഷം പറയാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം ശംസ്. ഞാനൊരു കമ്മ്യൂണിറ്റി നടത്തുന്നുണ്ട്, വിപിൻ സാർ അതിന്റെ ഭാഗമാണ്, നീ അതിന്റെ ഭാഗമാണ്. ഞാനതിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഞാൻ ചില ബഹളമൊക്കെ വെക്കാറുണ്ട്. അത് 2 രീതിയിൽ നിങ്ങൾ കാണാം. ഒന്ന്, എനിക്ക് കുറച്ച് പ്രായം കൂടുതലാണ്, നിങ്ങളെ പോലെ യുവത്തല്ല. രണ്ടാമത്തെ കാര്യങ്ങൾ ചെയ്യണതിൽ വിഡ്ഢിത്തരം കാണുമ്പോൾ മനുഷ്യന്റെ സങ്കടം കൊണ്ടാണ് ഈ പ്രഷർ കളിക്കുന്നത്. അല്ലാതെ ഇപ്പൊ നിങ്ങളോട് ചീത്ത എനിക്കെന്ത് കിട്ടാൻ, എനിക്കൊന്നും കിട്ടാൻ. അപ്പോ നിങ്ങൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. ഒരു പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞതാന്നുള്ള കണക്കാക്കി, വേറെ ഒന്നും പിന്നെ എന്താ പറയണ്ടി പറയാനില്ല. അപ്പോ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങള് പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പാനലിസ്റ്റിലേക്ക് കയറ്റാം. ഹാൻഡ് റൈസ് ചെയ്യണമെങ്കിൽ പാനലിസ്റ്റിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന ഓരോരുത്തരായിട്ട് സംസാരിച്ചോട്ടെ. ഓക്കെ. വിപിൻ സാറിന് ഓൾറെഡി ഒരു സ്റ്റുഡന്റിനെ കിട്ടിയിട്ടുണ്ട്. മുനീർ ഗൂഗിൾ ആർട്സ് പഠിക്കണം എന്ന് പറഞ്ഞു. വിപിൻ സാറിന് സ്റ്റുഡൻസ് പിന്നെ മലയാളം പോലെ വരില്ലേ? ഓൾറെഡി വിപിൻ സാറ് ഗൂഗിൾ ആർട്സിന്റെ ക്ലാസ് വളരെ വളരെ നല്ലൊരു ക്ലാസ് ആണ്. പുള്ളിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. ഒരു മുനീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. സംസാരിച്ചോളൂ. ആസ്ക് ടു അൺമ്യൂട്ട്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോളൂ. ഒന്ന് സ്പോട്ട്ലൈറ്റ് ആഡ് ചെയ്യും. ഓക്കെ, ഷുവർ. ഞാൻ ആഡ് ടു സ്പോട്ട്ലൈറ്റ്. ഓക്കെ. ഹലോ, മുനീർ നമ്മുടെ സാർ നമസ്കാരം. ലത്തി സാറിന്റെ ഇൻവിറ്റേഷൻ ത്രൂ ആണ് ഞാൻ ഇതില് ജോയിൻ ചെയ്തത്. ഞാനൊരു ഹാഫ് അവർ ഇരുന്ന് പോകാൻ ചെയ്തിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷെ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഫുൾ ഡേ 1% പോലും ഒഴിവാക്കാതെ ഫുൾ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിരുന്നു. സാധാരണ ഞാൻ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ
ബോറിംഗ് ആയിട്ടൊന്നുമല്ല, അറിയാതെ ഉറക്കം വരാറുണ്ട്. ഇത് വളരെയധികം എഫക്റ്റീവ് ആണ്. ഇത് ആത്മാർത്ഥമായി പറയാണ്, അല്ല നിങ്ങൾ പൊക്കി അടിച്ച് പറയല്ല, യൂസ്ഫുൾ ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്, മുനീർ. മച്ച് അപ്രീഷിയേറ്റഡ്. മുനീറിന്റെ നാട്ടുകാരൻ കൂടെയാണ് ഷംസ്. ആണോ? ഷംസേ, ആ, പക്ഷെ ഖത്തറിലാണ്. ഖത്തറിലാണ്. അത് നമ്മുടെ നാട് തന്നെ, നമ്മുടെ അയൽവക്കാണല്ലോ. ആ, എന്നാ പറഞ്ഞ അടുത്ത ആരുള്ളത്? ഓക്കെ, താങ്ക് യു മുനീർ സാഹിബ്. താങ്ക് യു മുനീർ ഭായ്. മുനീറിനോട് പിന്നെ താങ്ക് യു ഒന്നും പറയണ്ട, മുനീറിനോട് ഓൾറെഡി താങ്ക് യു മനസ്സിലുണ്ട്. ഇനി അടുത്ത ആരുള്ളത് പറഞ്ഞോളി. അടുത്തവരാണ്. കുറെ ആൾക്കാരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് ഉണ്ട്. നിങ്ങളെ ഗ്രൂപ്പിൽ അറിയിച്ചാലും മതി, പ്രശ്നമില്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് Q&A വെക്കുന്നത്. ഓക്കെ, എന്താണ് സലീം ആഡ് ചെയ്തിട്ട് അതാ വേറൊരാള് ഒരു ഫീഡ്ബാക്ക് തന്നിക്കണണ്ട. എന്റെ വീട്ടിലെ കല്യാണത്തിന് ഫംഗ്ഷന് പോലും എന്റെ ഫാമിലിയിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ ഇതിനു വേണ്ടിയിരുന്നു, ഡെഡിക്കേഷൻ തന്നെ. ഞാൻ കല്യാണത്തിന് പോലും പോയിട്ടില്ല, എന്റെ ബിരിയാണി പോയാലും വലത് കിട്ടട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? വരുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ആയിക്കോട്ടെ, കാരണം എന്താ പറയുക, ശരീരം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അടുത്ത മുതൽ പറഞ്ഞോട്. അന്ന ഞാൻ പാനലിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. ഈ മോർണിംഗ് സെക്ഷൻ എന്നാ പറയും. ഞാൻ പറഞ്ഞത് ഫംഗ്ഷൻ ഹോൾഡ് ചെയ്താ പോയിട്ടില്ലെന്ന്. ശരി, എന്തായാലും ബിരിയാണി രാത്രി പോയി കഴിച്ചാളെ. ഞങ്ങളെ ഫാമിലിയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇന്ന് നടക്കുന്നുണ്ട്, ഒരു കല്യാണം നടക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത കുടുംബാണ്. അപ്പോ ഓന് കത്തിക്കുത്തായിട്ട് വരും. അവൻ അവിടെ ചെന്ന് തല കാട്ടി പോരാന്നില്ലേ? പറഞ്ഞോളി. നൈസ് സെക്ഷൻ. കാരണം ICP-യുടെ പ്രധാനം എത്രമാത്രം വരുന്നുള്ളത് ശരിക്കും ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. വെച്ചാല് ഞാൻ നോക്കിയാൽ എന്റെ ഒരു ബിസ് മാർക്കറ്റ് പഠിച്ച സമയത്തിൽ ഒരു 3 മാസത്തെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒരൊറ്റ ദിവസം കൊണ്ട് മൊത്തം കവർ ചെയ്തെടുത്ത ഡീപ്പിൽ കവർ ചെയ്ത് പോയൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത് ശരിക്കും. വെരി മച്ച് അപ്രീഷിയേറ്റഡ്. ശരിക്കും പറയുകയാണെങ്കിൽ ഷംസും ഞാനും തമ്മിൽ ICP സംസാരിച്ചതിന്റെ ഒരു 15% പോലും ഇവിടെ ഞങ്ങൾ വിളമ്പിയിട്ടില്ല. രണ്ടാമത്തത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞങ്ങൾ വിളമ്പാൻ ഇഷ്ടം പോലെ എടുത്തു വെച്ചിരുന്നു. അത് കയ്യിൽ നിന്ന് പോയി, സമയം പോയി. എന്തായാലും അടുത്ത സെഷന് പറയാം. വളരെ നന്ദി. താങ്ക് യു. ഇനി ആരടുത്തത്? PMAX ക്യാമ്പയിന് വിപിൻ സാറ് ബന്ധപ്പെട്ടോ? ആരാണ് വിളിച്ചത്? PMAX ക്യാമ്പയിന് വിപിൻ സാറായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇനി ആരെങ്കിലും ഉണ്ടോ ഷംസ? പറയൂ മാഷേ. പറഞ്ഞോട്. കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. എനിക്ക് പിന്നെ ഞാൻ രാവിലെ ചില സെഷൻസ് ഒക്കെ ബ്രേക്ക് ആയിട്ടുണ്ട്. ഒരു മാരേജ് ഉണ്ടായിരുന്നു, ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ക്ലാസ്സിനേക്കാൾ നല്ലത് എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മളെ കേരളത്തിൽ പഠിപ്പിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ്, എനിക്ക് തോന്നുന്നത് ഏജൻസി ഓണേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ശരിക്കും ടൂൾസ് പഠിപ്പിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരുപാട് സംഭവങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായത്. അപ്പൊ അവരൊക്കെ അവരുടെ സിലബസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു ടൂൾസ് പഠിപ്പിച്ച് കുട്ടികളെ പുറത്തിറക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള മാർക്കറ്റിംഗ്, കോമൺ സെൻസ്, ലോജിക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പൊന്ന് കർലിന്റെ കഷ്ണം ഞാൻ എനിക്കൊരു വിരോധാഭാസം അതിന് പഠിപ്പിച്ചത്. ഞാൻ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ഞാനത് ഇറങ്ങി പുറപ്പെട്ട മനുഷ്യനാണ്. എന്റെ സ്റ്റെപ്പൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് വയറിറച്ച് കിട്ടിയിട്ടുണ്ട്.
അല്ലല്ല നമ്മള് ഒരുപാട് സ്റ്റാഫിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിക്കും ദേഷ്യപ്പെട്ട അടി നമുക്ക് വാങ്ങിച്ചു തരരുതെന്ന് പറയാം. അല്ല, ഞമ്മക്ക് ആഗ്രഹമുണ്ട്. ഞമ്മക്ക് ഞാനിനി വേറെ തമാശ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഇങ്ങനത്തെ രീതിയിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോ പിള്ളേര് പറഞ്ഞ് ഇയാൾക്ക് ബുദ്ധിയില്ല, ഇയാൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ എന്നോട്. ഞാൻ പറഞ്ഞു എന്താ കളി പറഞ്ഞ, അങ്ങനെ എന്നല്ല, നിങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പിന്നെ അവസാനം എത്തിയപ്പോ ഇവര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു കൊടുത്ത എന്തോ ലോജിക്കുണ്ട്. ഇന്നിപ്പോ ഏകദേശം കുട്ടികൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പഠിച്ചത് എന്താണ് ശരിക്കും എന്നുള്ളത് തിരിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഒരു കുട്ടി ഇപ്പൊ മെസ്സേജ് അയച്ചു, ഞാൻ ഇങ്ങനെ കേരളത്തിലെ ഒരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത എനിക്ക് നന്നായി. കാരണം എന്താ വെച്ചാൽ എന്റെ ചിന്താഗതി എവിടേക്ക് മറിക്കണം എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് ഇതുണ്ട്. പക്ഷെ മോനെ നമ്മളിത് ആദ്യം തന്നെ ഇറങ്ങി പുറപ്പെട്ടുള്ള ഒരു വിഷയം എന്താ വെച്ചാല്, കലാപകാരികൾ ഇഷ്ടം പോലെ ഇറങ്ങുക, കലാപം തടുക്കാനുള്ള ആരോഗ്യം എനിക്ക്. ഞങ്ങളെ പോലത്തെ ഏജൻസി ഓണേഴ്സിന് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അത്. നല്ല സ്റ്റുഡന്റ്, നല്ലൊരു കാൻഡിഡേറ്റ്സ് കിട്ടുന്നത്. അത് രസല്ലേ? അത് ചലഞ്ചാണ്. അത് ചെറിയ കളിയൊന്നുമല്ല, അത് വലിയ കളിയാണ്. എനിവേ താങ്ക്സ് ഫോർ ഇനി അടുത്ത സെഷൻ വരുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല, ഗ്രൂപ്പിലൊന്നും വരില്ല. പക്ഷെ സംഭവങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി ആരാളുള്ളത്? ഷംസ്. ഇനി ഒരു മസൂദ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ ആരോ ഒന്ന് വന്നിരുന്നു. ഒന്ന് സ്പീഡ് ആക്കിക്കോളി മാഷന്മാർ. 2 കാര്യങ്ങളുണ്ട്. മാരിപ്പോ ഇവിടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. 6:40. കേൾക്കാൻ നിങ്ങളെ മുഖം കാണാനില്ല. വീഡിയോ ഓൺ ചെയ്തോളൂ. ഞാൻ പറയാം, അല്ലെങ്കിൽ എനിക്ക് സൂമിനായിട്ട് വലിയ ഐഡിയ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇപ്പൊ നമ്മള് സാറ് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ ചുരിദാറിന്റെ. അത് ഒരു ബ്രദർ കാണുമ്പോ എങ്ങനെ ആഡ് റൺ ചെയ്യണം, ഒരു ആള് കാണുമ്പോ എങ്ങനെ ആഡ് ചെയ്യണം, ആ ലെവലൊക്കെ ഇപ്പോഴാ ചിന്തിച്ച്. ഇപ്പൊ ഇതുവരെ ഒരു ആഡ് റൺ ചെയ്യണം, ഇപ്പൊ എല്ലാവർക്കും ഒറ്റൊരു ആഡ് ചുരിദാർ എല്ലാ ഗേൾസിനും വേണം, എല്ലാ ബോയ്സും അത് നോക്കും. ആ രീതിയിൽ ചിന്തിച്ചെടുത്ത് വളരെയധികം മാറ്റി ചിന്തിക്കേണ്ട ഒരു സമയം കഴിഞ്ഞു ഇപ്പൊ ഈ ക്ലാസ്സിന് മനസ്സിലായത്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മള് ശ്രദ്ധിക്കാതെ പോയ കുറെ കാര്യങ്ങളൊക്കെ ഇന്ന് എന്താ പറയാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ക്ലാസ്. താങ്ക് യു സർ, താങ്ക് യു ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതിന്. താങ്ക് യു. ഇനി ആരാളുള്ളത്? ഞാൻ വന്നിട്ടുണ്ട്. ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രശ്നമില്ല, ഇനി എല്ലാരും കൂടി നമുക്ക് അലോക്കേറ്റ് ചെയ്യാനും പറ്റൂല, അതാണ് പ്രശ്നം. അല്ല, ഞാൻ ചോദിക്കണ ലേഡീസ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, വന്നിരുന്നു. ഒരാള് വന്നിരുന്നു അവിടെ, പക്ഷെ ആൾ കാണുന്നില്ല, പോയി. ഓക്കെ, സാറേ ഞാൻ പറഞ്ഞ ഫീഡ്ബാക്ക് ലിങ്ക്ഡിനില് നമ്മുടെ ക്ലാസ്സിനെ മെൻഷൻ ചെയ്തിട്ട് ഫീഡ്ബാക്കിൽ അറിയിക്കാം. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ അറിയിക്കാം. ഗ്രൂപ്പിന്റെ നെക്സ്റ്റ് പ്ലാൻ സാർ ഒന്ന് പറഞ്ഞു കൊടുക്കും ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ. ഇനി 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മള് പിന്നെ ഇതില് അടുത്ത സെഷൻ നമുക്ക് വരുന്നുണ്ട്. അടുത്ത സെഷൻ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഇതിന്റെ അടുത്ത ഭാഗം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആ ഭാഗം പറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് എല്ലാവർക്കും കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പ്ലസ് ടൂൾസിന്റെ കിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ടൂൾസിന്റെ കിറ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെ ടൂൾ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൽ 3 വർഷത്തിന് മുകളിൽ, അല്ലെ 1.5 to 2 വർഷം മുകളിലുള്ള വ്യക്തികൾക്ക് മെന്റർഷിപ്പ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. സ്റ്റുഡൻസ് ദയവ് ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്യണ്ട. ജോയിൻ ചെയ്യാതിരിക്കാൻ ഞാൻ പറയണത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല. നിങ്ങൾ നന്നായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ച് ഉഷാറായതിന്റെ ശേഷം ഒരു കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ചിന്തിക്കാം. പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിക്കേണ്ടെന്നല്ല, കാരണം നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ 90% ഓൾറെഡി നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിൽ മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഷംസിനായിട്ട് ബന്ധപ്പെടും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പോഡ്കാസ്റ്റുകൾ യൂട്യൂബിൽ വരുന്നുണ്ട്, അതിനെ കാര്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി അടുത്ത ക്ലാസ് പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ 2nd സെക്ഷൻ അടുത്ത മാസം ലാസ്റ്റ്, ഒക്ടോബർ ലാസ്റ്റിൽ ആമസോണിന്റെ PPCയുടെ ക്ലാസ്സും ഉണ്ട്. ആമസോണിന്റെ PPCയുടെ ക്ലാസ് ഇതുപോലെ 1.5 to 2.5 മണിക്കൂറത്തെ ക്ലാസ്. കാരണം അത് ഇത്ര മാത്രം പറയാനില്ലല്ലോ, അപ്പൊ അതുണ്ടാവും. അങ്ങനെ ഓരോ മൊഡ്യൂൾസിനെ സാധിക്കുന്ന വർക്ക്ഷോപ്പുകൾ നാം എന്ത് ചെയ്യും, സംസാരിക്കും.
തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നമ്മളും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന് രണ്ട് കൂട്ടർക്കും വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായവും ഉണ്ടാവും. നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ അങ്ങനെ റെക്കോർഡിംഗ് സെഷൻ 100% കിട്ടുമല്ലോ, ഒരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. റെക്കോർഡിംഗ് സെഷൻ കിട്ടും. അടുത്ത ക്ലാസ്സിന് റെക്കോർഡിംഗ് സെഷൻ കിട്ടും. പക്ഷെ ദയവ് ചെയ്തിട്ട് റെക്കോർഡിംഗ് സെഷൻ കിട്ടും എന്നുള്ള നിങ്ങൾ എല്ലാവരോടും പാട്ടാക്കണ്ട. പിന്നെ ആരും കയറും, ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് സാറ് ഇപ്പൊ എന്റെ എളാപ്പാടെ മോൻ അസലായിട്ട് പറഞ്ഞെന്താ, ഞാൻ വയനാട്ടിൽ ടൂറിലാണ്, നിങ്ങൾ റെക്കോർഡിംഗ് സെഷൻ അയച്ചാൽ ഞാൻ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ അയച്ചുതരാൻ പോണില്ല, കാരണം എനിക്ക് താല്പര്യം, എനിക്ക് നന്നാവാൻ താല്പര്യമില്ല, പിന്നെ എനിക്ക് അയച്ചു നിൽക്കേണ്ട കാര്യം. അപ്പൊ ഉപ്പര് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ നേരത്തെ രാവിലെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സൈക്കോ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പൊ അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയോണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ പിന്നെ പറയാനുള്ള കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, അങ്ങനെ ബുദ്ധിമുട്ടി വന്നാൽ മാത്രമേ നമ്മൾ എവിടെയെങ്കിലും എത്തുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ കുത്തിരുന്നാലൊന്നും നിങ്ങൾക്ക് പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കും. 4 ദിവസമായിട്ട് ഞാൻ ഷംസ് പറയും അതിനെ കുറിച്ചിട്ട് എത്രമാത്രം കണ്ടന്റ് റിസർച്ച് ചെയ്യാൻ. ഷംസ് അവസാനം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് ഭ്രാന്താണ്, അതില്ലെങ്കിൽ നിങ്ങൾ സൂപ്പർ ഡെഡിക്കേറ്റഡ്, എന്തോ ഒന്നാണ്. കാരണം ഞാൻ അത്രത്തോളം ഇൻഫോർമേഷൻ ഇതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, അത്രത്തോളം ഇൻഫോർമേഷൻ. ഞാൻ പറയാൻ വിചാരിച്ചത്, ഇവിടെ നമ്മൾ പ്രദർശിപ്പിക്കാൻ വിചാരിച്ച സ്ലൈഡുകളിൽ 99% പ്രസന്റ് ചെയ്തിട്ടില്ല. നമ്മൾ കാണിച്ചിട്ടില്ല സ്ലൈഡുകളിൽ 99% കാണിച്ചിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച പോയിന്റുകളിൽ, പിന്നെ എന്താ പോയിന്റുകളിൽ ഞങ്ങൾ കൃത്യമായിട്ട് അത് കാണിച്ചിട്ടില്ല. കാരണം അത് അത്രയും കണ്ടന്റ്. ഇപ്പൊ ഇതിലുള്ള 4-5 ആൾക്കാരെ ഞാൻ വീണ്ടും നന്ദി പറയണത്, ഒന്ന് നമ്മുടെ പിന്നെ വൈഷ്ണവ്, അഭിനവ് കൃഷ്ണനെ വീണ്ടും എടുത്തു പറഞ്ഞ അദ്ദേഹത്തിന്റെ കോർഡിനേഷൻ ഞാൻ അത്രയും ഇത് പറയുന്നുണ്ട്. വൈഷ്ണവിനെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിന്റെ കൃത്യമായ രീതിയിലുള്ള പോസ്റ്റേഴ്സ്. രാവിലെ 6:45 പുള്ളിനെ വിളിച്ചിക്കണം. പറയുമ്പോ ഇന്നലെ രാത്രി 11 മണിക്കാണ് പുള്ളി ലാസ്റ്റ് വിളിച്ചത്. എന്നോട് പറഞ്ഞു, സാർ എന്ന് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടി വരും. ഞങ്ങള് പിന്നെ ഷംസിനെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കാനുള്ള കാരണം കൂടി ഉണ്ട്. ഷംസിനെ കാണാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്നലെ പിന്നെ പ്രതീക്ഷിക്കാതെ വന്നു. അദ്ദേഹത്തിനായിട്ടുള്ള ഡിസ്കഷനിലാണ് പിന്നെ അത് കുറച്ച് നീണ്ടുപോയത്. കാരണം ഞങ്ങൾ പേടിച്ചു. പിന്നെ ഷംസിന്റെ അനിയനെ ഞാൻ നാട്ടിൽ വിളിച്ചു, അവിടുന്നാണ് ഷംസിനെ വിളിപ്പിച്ചിരിക്കുന്നത്. എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് തലക്ക് വലിയ സുഖമില്ലെന്ന് ചോദിച്ചത്. 7 മണിക്കൂർ 8 മണിക്കൂർ നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം പറയാനുള്ളത്? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞതിന്റെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ മിണ്ടിയിട്ടില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, സോറി, പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു തമാശ കളിയായിട്ട് എടുക്കരുത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച എല്ലാവർക്കും പെർഫോമൻസ് മാർക്കറ്റർ ആവാൻ പെട്ടെന്ന് സാധിക്കില്ല. ഓക്കെ, ഏതായാലും ഒരാള് പാനലിസ്റ്റ് കയറിയിട്ടുണ്ട്. അന്ന് നീ പറയാണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പെട്ടെന്ന്. ഓക്കെ, ഐഫോൺ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ പറയൂ. ഹലോ സാർ, എന്റെ പേര് റലീസ് എന്നാണ്, ഞാൻ കാസർഗോഡ് നിന്നാണ്. ഞാൻ ഞങ്ങളെ കണ്ടിട്ടുണ്ട് ഇതില് എവിടെയോ പറഞ്ഞോളൂ. നിങ്ങളാണ് നമുക്ക് ഇത് സഹായിച്ചെന്നാള് നോഷൻ? അല്ല, ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞോളി. ആണ് ഇതില് കയറുന്നത്. ഇത് അക്കാഡമിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ലിങ്ക്. പിന്നെ നല്ല യൂസ്ഫുൾ ക്ലാസ് ആണ്. ഞങ്ങൾക്ക് ഇതിന്റെ ബേസിക്സ് അറിയത്തുള്ളൂ, ഇപ്പൊ ജോയിൻ ചെയ്തതേ ഉള്ളൂ. നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനിയും ഭാവിയിലേക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. അടുത്ത ക്ലാസ് ഉണ്ട്, ഇതിന്റെ അടുത്ത സെഷൻ ഉണ്ട് മോനെ. ഈ അടുത്ത മാസം 2nd വീക്കിന്റെ ഉള്ളിലുണ്ടോ? ഓക്കെ സർ, എനിവേസ് താങ്ക്സ് ഫോർ ദിസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഷംസൻ? ഇല്ല സാർ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നാ ഗായ്സ്, വി ആർ വൈൻഡിങ് അപ്പ്. ഞങ്ങൾ പോയിട്ട് ചോറ് കഴിക്കട്ടെ, ഞങ്ങൾ വെള്ളം കുടിക്കട്ടെ, ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കട്ടെ. നിങ്ങൾ വിശ്രമിച്ചോളി, നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്തോളി. കാരണം ഇന്നത്തെ പോലെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ മാഷിന്റെ മുന്നിൽ നിങ്ങൾ ഇരുന്നിട്ടില്ല, നിങ്ങൾ കോളേജിൽ ഇരുന്നില്ല, നിങ്ങൾ കമ്പനിയിൽ ഇരുന്നിട്ടുണ്ടാവില്ല. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ, എല്ലാവരും എൻജോയ് ചെയ്തോളൂ. എൻജോയ് ചെയ്യാൻ കുറച്ച് സമയമാണ്, തിങ്കളാഴ്ച മണിക്കൂർ. എന്നാ ഷംസെ ഓക്കെ വൈൻഡിങ്.